93 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ തൻ്റെ കൊച്ചുമോൾ ഇങ്ങനെ കാപ്പിയുമായി വന്നപ്പോൾ സൂക്ഷിച്ച് നോക്കി അവളെ. എന്നുവെച്ചാൽ അപ്പച്ചൻ എന്നെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, എൻ്റെ മോളെ, വർഷങ്ങൾക്ക് മുമ്പ് നിൻ്റെ വലിയ തള്ളയായിരുന്നു എനിക്ക് കാപ്പി തന്നത്. അവൾ പോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ നിൻ്റെ തള്ള കാപ്പി തന്നു, അവളും ഭരിച്ചുപോയി. ഇപ്പം നീയാ എനിക്ക് കാപ്പി തരുന്നേ. നീയൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ എനിക്ക് കാപ്പി തരുന്നതെന്നാണ് നോക്കുന്നത്. 93 വയസ്സുണ്ട്. അത് മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ജനിച്ച സകല മഹാരഥന്മാരും ഇവിടുന്ന് പോകാൻ മനസ്സില്ലായിരുന്നു. മരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ വിടല്ലേ എന്ന് ഡോക്ടർമാരുടെ കാലിൽ പിടിച്ചവർ കരഞ്ഞു. പക്ഷേ വാഗമൺകാരോട് ഇന്ന് രാത്രി ഞങ്ങൾ പറയട്ടെ, ഇവിടുത്തെ സകല മഹാരഥന്മാരും ജീവിക്കാൻ ജനിച്ചു, നിർവാഹമില്ലാത്തതുകൊണ്ട് മരിച്ചു. എന്നാൽ മരിക്കാനായി ജനിച്ച ഒരുവനുണ്ട്, ഒരുവനേയുള്ളൂ, അവൻ നാസറയനായ യേശുവാണ്. കയ്യൊന്നടിച്ച വാ തുറന്ന ശക്തിയോടെ സ്തോത്രം പറയൂ. ഞങ്ങളുടെ കർത്താവ് ജീവിക്കാൻ ജനിച്ചവനല്ല, 33 തിരുവയസ്സിൽ മരിപ്പാൻ ജനിച്ചവനാണ്. പോരാ, ശക്തിയോടെ സ്തോത്രം പറയൂ. 2, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ലോകത്തിൽ ജനിച്ച് ജീവിച്ച മഹാരഥന്മാരാരും തന്നെ മരണത്തെ തകർത്ത് ഉയർത്ത് ജീവിക്കുന്നു എന്ന് ആരും പ്രസംഗിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന നാസറയനായ യേശു മരണത്തെ തകർത്ത് ജീവിക്കുന്ന കർത്താവാണ്. പോരാ, ശക്തിയോടെ ഒന്ന് സന്തോഷത്തോടെ സ്തോത്രം പറയൂ. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ലോകത്തിൽ അനേക മഹാരഥന്മാരുടെ സെമിത്തേരികൾ, കല്ലറകൾ കാണാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. ലോകത്തിൽ അനേക രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഈ പുസ്തകവുമായി ഞാൻ പോയിട്ടുണ്ട്. 2 ലോക മഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിലെ കൊളോൺ എന്ന പട്ടണത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ വലിയൊരു സെമിത്തേരി ഉണ്ട്. അത് സെമിത്തേരി വലിയൊരു പള്ളിയാണ്. ആ പള്ളിയുടെ അടിയിൽ മുഴുവൻ സെമിത്തേരിയാണ്. ജന്മൻ ചാൻസലന്മാരുടെ, ജന്മൻ കോടീശ്വരന്മാരുടെ കല്ലറ ഇരുത്തിയും കിടത്തിയും നിർത്തിയും ഒക്കെ അടക്കിയിരിക്കുന്നു. സ്വർണ്ണ പേടകത്തിൽ, വെള്ളിപ്പേടകത്തിൽ അവരെ അടക്കിയിരിക്കുന്നു. ഫ്രാൻസിന്റെ തലസ്ഥാനമായി പാരീസിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ വളരെ പ്രസിദ്ധമായ ഒരു സെമിത്തേരി ഉണ്ട്. ഫ്രാൻസിലെ യുദ്ധവീരന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബി വളരെ പ്രസിദ്ധമാണ്. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ഭരണാധിപന്മാരുടെ കല്ലറ അവിടെ കാണാം. അമേരിക്കയുടെ വാഷിംഗ്ടൺ നഗരത്തിൽ സെനറ്റ് ഹാളിന് മുമ്പിൽ 300 ഏക്കർ വിസ്തൃതിയുള്ള വലിയൊരു സെമിത്തേരി ഉണ്ട്. എങ്ങനെ നോക്കിയാലും ഒരുപോലെ അടക്കിയിരിക്കുന്ന കല്ലറകൾ കാണാം. അമേരിക്കയിലെ പ്രസിദ്ധന്മാരുടെ കല്ലറകൾ അവിടെ കാണാം. ഡൽഹിയിൽ ചെന്നാൽ, ശക്തിസ്ഥലിൽ ചെന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ, ഇന്ത്യൻ പ്രസിഡന്റുമാരുടെ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവിൻ്റെ കല്ലറ അവിടെ കാണാം. മക്കയിൽ ചെന്നാൽ ശ്രീ മുഹമ്മദ് നബിയുടെ കല്ലറ അവിടെ കാണാം. വർക്കലയിൽ ചെന്നാൽ കേരളത്തിന് നവോത്ഥാന നായകനായ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ കല്ലറ അവിടെ കാണാം. പ്രിയ സഹോദരങ്ങളെ, ഈ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ ഭൂലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനിൽ ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. ആ കല്ലറ മറ്റാരുടെയുമല്ല, അത് നാസറയനായ യേശുവിന്റെ കല്ലറയാണ്. ഇത് കേൾക്കുമ്പോഴാ സ്തോത്രം പറയേണ്ടത്. ഒരു മെയ് മാസം 28-ാം തീയതി ഞാൻ ആ കല്ലറയുടെ മുമ്പിൽ പോയി നിന്നു. പലസ്തീനിൽ യേശുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ. മെയ് 28 എനിക്ക് അവിസ്മരണീയമാണ്. അന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാനവിടെ പോയി നിന്നപ്പോൾ എനിക്ക് 50 വയസ്സ് തികയാണ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുള്ള സകല മഹാരഥന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുന്നു. അവരുടെയെല്ലാം കല്ലറയുടെ പുറത്ത് അവരുടെ ജനനം, അവരുടെ മരണം, അവരുടെ അടക്കം രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കല്ലറയുടെ പുറത്തല്ല, അവൻ്റെ കല്ലറയുടെ അകത്തെഴുതി വച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. മുസോളിനി പറഞ്ഞില്ല, കാറൽ മാർക്സ് പറഞ്ഞില്ല, ലെനിൻ പറഞ്ഞില്ല, എംഗൽസ് പറഞ്ഞില്ല, സജ്ജയ്ജി പറഞ്ഞില്ല, ഗാന്ധിജി പറഞ്ഞില്ല, നെഹ്റുജി പറഞ്ഞില്ല, ഇന്ദിരാജി പറഞ്ഞില്ല, ശ്രീ മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയുവാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്യും. വാഗമൻകാരോട് ഞങ്ങൾ പറയുന്നു, മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയൊരു നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പ്
ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ വേദപുസ്തകം 4 തിരിക്കുന്നു. 1 പ്രാപഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ അഥവാ ദൈവസന്ദേശം. അതായത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ഇസ്രായേൽ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? യേശു കർത്താവിൻ്റെ മടങ്ങിവരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇത് 4 ഒന്നിച്ചു പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഞാൻ കൂടെ പറയുന്നൊരു പദം ഇന്ന് രാത്രി ഇവിടെയും പറയാം. അത് കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റി എഴുതുന്നതല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു. ഇല്ല, രാവിലെ നടന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുവാൻ പത്രത്തിന് കഴിയത്തില്ല, ടിവിക്ക് കഴിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം ചെയ്യാം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരുന്നതിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് പോഷ്കു പറയാത്തവനും അതിനാവശ്യമില്ലാത്തവനുമായ നസ്രയനായ യേശു പറഞ്ഞപ്പോൾ യേശു കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചു കേട്ടത്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവും ആകും. ഞാൻ 10 വർഷം മുമ്പ് നോഹയുടെ കാലത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ നോഹയെക്കുറിച്ചൊരു വാക്ക് പറഞ്ഞു. ഇവിടെ ഞാൻ പ്രസംഗിക്കാൻ നിന്നതല്ല, എങ്കിലും നിങ്ങൾ ഓർപ്പിക്കുക. ഇപ്പോൾ ഒരു പാട്ട് ഇവിടെ പാടിയല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നോഹയെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാമോ? നോഹ ജനിച്ചപ്പോൾ അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മ അവനെ നോക്കി പറഞ്ഞു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. അതവരുടെ ദർശനമായിരുന്നു. അതെ, എല്ലാം പറയാൻ നേരമില്ല. ഞാൻ ആ കൺവെൻഷനിൽ പറഞ്ഞു, നീ നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. പോരാ, സ്തോത്രത്തിന് ശക്തി പോരാ. ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ദർശനം കാണണം. എന്താണ് നിങ്ങൾ കണ്ട ദർശനം? പാസ്റ്റർ ബി മോനച്ചൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പോലെ കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ സന്താനത്തിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ ദർശനം കാണണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗാത്മാക്കൾ വിട്ടുമാറുന്നത്, അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതാത്മാക്കൾ വിട്ടുമാറുന്നത് ദൈവാത്മാവിൽ ദർശനം കാണണം. കരമടിച്ച് സ്തോത്രം പറഞ്ഞാട്ട്, സിംഹതുല്യം ഗർജിക്കുന്ന ആത്മാവിൽ പുറപ്പെടുന്ന, ഇന്ത്യയെ കുലുക്കുന്ന, കേരളത്തെ സന്ദർശിക്കുന്ന, അല്ല തമിഴ്നാടിനെ കുലുക്കുന്ന, പോരാ 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 ശക്തിയോടെ അഭിഷക്തന്മാർ നിന്റെ ഉദരബലത്തിൽ ഇറങ്ങി വരണം. നിന്റെ സന്താനത്തിൽ ഒരുത്തൻ അങ്ങനെ വരണം. പ്രാർത്ഥിച്ചാൽ ദൈവം അത് സംഭവിപ്പിക്കും. ഞാനിത് പറയുമ്പോൾ സാത്താൻ പറയുന്നത് സംഭവിക്കത്തില്ലെന്ന്. എന്നാൽ ഈ രാത്രി ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ 1000 പ്രാവശ്യം ദുഷ്ടപിശാച് അസാധ്യം 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 എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു വട്ടം നീ എഴുത്, എൻ്റെ ദൈവത്താൽ സാധ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം സംഭവിപ്പിക്കും. 2 ആഴ്ച മുമ്പ് 11 മണി രാത്രി ആയപ്പോൾ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ എന്നെ അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. പാസ്റ്റർക്ക് അഭിഷേകത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ എന്നുള്ള പാട്ടറിയാമോ? ഞാൻ പറഞ്ഞാൽ പാടി കേട്ടിട്ടുണ്ട്. സ്വത്രം 10 വർഷം മുമ്പ് അങ്ങൊരു യോഗത്തിന് പ്രസംഗിക്കുമ്പം ഞാനിതുപോലെ പാടാൻ അവിടെ ഉണ്ടായിരുന്നു. അന്നെൻ്റെ അകത്ത് കയറി പൗലോസിനെ പോലെ, പ്രൈസ് ദി ലോർഡ്, പത്രോസിനെ പോലെ അഭിഷേകത്തോടൊരു തലമുറ എഴുന്നേൽക്കട്ടെ. 10 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പാട്ടായത് പുറത്തു വന്നു. ഒന്ന് നന്നായി കൈയടിച്ചേ. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇവിടെ നാം പ്രസംഗിക്കുമ്പോൾ ദൈവശക്തി ഇവിടെ മാത്രം ഒതുങ്ങത്തില്ല, ഈ പട്ടണത്തിലേക്ക് അത് വ്യാപിക്കും. ഒന്നുകൂടെ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറയും. നിങ്ങൾ ഇച്ചിരൂടെ നേരത്തെ തന്നായിരുന്നെ കുറച്ചും കൂടെ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പോകണ്ട അച്ഛാ,
നാളെ രാവിലെ അവിടെ സഭായം നടത്തേണ്ടതാ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാനൊന്ന് മാറ്റി നിർത്തിയേ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലം പോലെ നമ്മുടെ കാലമായെങ്കിൽ അതിൻ്റെ അർത്ഥം യേശു വരാറായി. വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, തമിഴും മലയാളവും പേശുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ സിമ്പിളായി പറയാം, നാട്ടുകാരും കേൾക്കട്ടെ. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതലാണ് നോഹയുടെ കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അത് മാത്രമേ പറയാൻ നേരമുള്ളൂ. ഇതിൻ്റെ 20ഓളം പ്രത്യേകതയുണ്ട്. പ്രധാനപ്പെട്ട 3-4 കാര്യം ഞാൻ പറയാം. വായിച്ചേ, ആരാ വായിക്കുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാട്ട്. ഉൽപ്പത്തി 6:1. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഒന്നുകൂടെ ആവർത്തിച്ചേ. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ. പിന്നെ വായിച്ചാൽ മതി ബാക്കി. നോഹയുടെ കാലത്തിന്റെ 1-ാമത്തെ പ്രത്യേകത, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. ഉറക്കെ ഒരുമിച്ചെന്ന് പറഞ്ഞേ, മനുഷ്യൻ ഭൂമിയിൽ. നോഹയുടെ കാലത്തിന്റെ 1-ാമത്തെ പ്രത്യേകത, മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. നമ്മുടെ കാലവും അതുപോലെ ആയിരിക്കുകയാണ്. മനുഷ്യൻ ഭൂമിയിൽ പെരുകി. ഇന്ന് ഭൂമിയിൽ ഏതാണ്ട് 730 കോടി കഴിഞ്ഞ് 800 കോടി കഴിഞ്ഞ് 830 കോടിയിലേക്ക് ജനമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനസംഖ്യ 130 കോടി കഴിഞ്ഞു. ഒരു 50 വർഷം കൂടെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനസംഖ്യ സ്ഫോടനമെന്ന് പറയുന്ന പോലെ ജനം പെരുകുകയാണ്. പൈശാചികമായ ക്രൂരമായ അനവധി മാർഗങ്ങളിലൂടെ സാത്താൻ ഒരു വശത്ത് ജനത്തെ കൊന്നൊടുക്കുന്നു. ഏറ്റവും ഭീകരമായൊരു മാർഗം ഞാൻ പറയാം. അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യുന്നു, അബോർട്ട് ചെയ്ത് കളയുന്നു, അബോർഷൻ ചെയ്യുന്നു. അത് കേട്ടാൽ ഏത് തള്ളയും കരഞ്ഞു പോകും. എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യുന്നതെന്നറിയാമോ? ഓംപ്ലേറ്റ് അടിച്ച് കലക്കി കളയുന്ന പോലെ, തോരൻ ചിക്കിച്ചെറിഞ്ഞ് കളയുന്ന പോലെ അടിച്ച് കലക്കി കളയുന്നു. ഉപ്പുലായിനി ഒഴിച്ച് പച്ച ജീവനത്തിലുള്ള കുഞ്ഞിനെ കരിച്ചും പൊരിച്ചും കൊല്ലുന്നു. ഈ വേദപുസ്തകം പഠിച്ചാൽ ഒരു വിമോചകന്റെ വരവെടുക്കുമ്പോൾ ശിശുക്കൾ കൊല്ലപ്പെടണം. മോശക്കുഞ്ഞ് ജനിക്കാറായപ്പോൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. യേശു ജനിക്കാറായപ്പോൾ ശിശുക്കൾ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഇതാ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് ഒരു വർഷം 6 കോടിയിൽ പരം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. അതിൻ്റെ അർത്ഥം വിമോചകൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞ്. 20 വർഷം മുമ്പാണ് ഞാൻ നോഹയുടെ കാലം എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിവിടെ വാതുക്കലുണ്ട്. അതിൽ ഞാൻ എഴുതി, എത്രയോ പ്രയോജനപ്പെടേണ്ട കുഞ്ഞുങ്ങളാ കശാപ്പ് ചെയ്യപ്പെടുന്നത്. പണ്ടൊക്കെ ഒരു വീട്ടിൽ 5, 6, 7, 8 പിള്ളേരുണ്ടായിരുന്നു. ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പം വന്ന് ഒരു വീട്ടിൽ എത്രയായി? 1, 2. പണ്ട് നാം 2, നമുക്ക് 2. ഇപ്പം നാം 2, നമുക്ക് 1. പലതും അതുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ 5-ാമനാ. എത്രാമനാ? ഞാൻ പറയും, ഇന്നെങ്ങാനുമാണ് ഞാൻ ജനിക്കാൻ പോലും സാധ്യതയില്ല. അപ്പം ഞാൻ എഴുതി, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ഉറങ്ങുമൊന്നും ചെയ്യരുത്. ഞാൻ ഈ വലിയ യോഗത്തിൽ ഇരുന്ന് ആൾ ഉറങ്ങുന്ന കണ്ടാൽ എനിക്ക് പിടിക്കും. പ്രത്യേകിച്ച് സ്റ്റേജിൽ മുഴുവൻ നോക്കിയാൽ ഞാൻ പ്രസംഗിക്കും. ആര് വായിക്കോട്ട ഇട്ടാലും ഞാൻ കാണും. ലൈവായിട്ട് കാണും നിങ്ങൾ വായിക്കോട്ട ഇടുന്നത്. പിന്നെ നമ്മൾ പെന്തക്കോസുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരത്തുള്ളൂ. മനസ്സിലായി? സൂത്രത്തിൽ 2 സ്തോത്രം. ഇത് കേൾക്കുമ്പോഴേ അറിയാം അമ്മച്ചി 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് വരിക. അതുകൊണ്ട് അങ്ങനെ അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കർത്താവിൻ്റെ വരവൊക്കെ പ്രസംഗിക്കുമ്പോൾ ഉറങ്ങിയാൽ നീ കാകളം ധനിക്കുമ്പോൾ കറങ്ങത്തേ ഉള്ളൂ, പറക്കത്തുള്ളൂ. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എഴുതി, എത്രയോ പ്രയോജനപ്പെടേണ്ട കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ കൊല്ലപ്പെടുന്നത്. അപ്പം കർത്താവിനോട് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ എഴുതാവുള്ളൂ. കർത്താവ് പറഞ്ഞത്, മോശയുടെ കാലത്ത് മോശക്കുഞ്ഞിനെ കൊല്ലാനാ പറവോൻ പദ്ധതി ഇറക്കിയത്. പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. മോശക്കുഞ്ഞിനെ തൊടാൻ അവന് കഴിഞ്ഞില്ല. യേശുവിൻ്റെ കാലത്ത് യേശുവിനെ കൊല്ലാനാണ് ഹെരോദാവ് പദ്ധതി ഇറക്കിയത്. പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. യേശു കർത്താവിനെ തൊടാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, സാത്താൻ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും, അവനിവിടെ വളർന്നിരിക്കും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഈ രാവിലെ പരിശുദ്ധാത്മാവിൽ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയുന്നു, കുഞ്ഞെ സഹോദരി, നിനക്കൊരു തലമുറയുണ്ടാകാതിരിപ്പാൻ പിശാച് പല പരിശ്രമങ്ങൾ ചെയ്തതാ. നിനക്ക് ലഭിച്ച തലമുറ വളരാതിരിപ്പാൻ പിശാച് പല പദ്ധതി ചെയ്തതാ. കുഞ്ഞെ നീ ജനിക്കാതിരിപ്പാൻ അവൻ പല പദ്ധതി ചെയ്തതാ. എന്നാൽ അവന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കാൻ, ജീവിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യം ഓർത്ത് കരമടിച്ച ശക്തിയോട് സ്തോത്രം പറയാം. പോരാ, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ കൈയടിച്ച് സ്തോത്രം പറയൂ.
യെസ്, ജനം പെരുകുകയാണ്. യോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത ജനം പെരുകിയ കാലം. ജനം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കണം, ഭൂമിയിൽ അനവധി ക്ഷാമങ്ങൾ ഉണ്ടാകും. എന്നാൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ക്ഷാമം എന്തായിരിക്കും എന്നറിയാമോ? ഇതായിരിക്കും. എന്താ? നാളെ ഞാൻ കാണിച്ചു പറഞ്ഞ കപ്പെന്ന് അല്ല, പിന്നെന്താ? വെള്ളം. വെള്ളം കുടിക്കാനില്ലാതാകും. ഇന്ത്യ ടുഡേ, ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, ദ വീക്കൊക്കെ പറയുന്നത് ഇനിയത്തെ യുദ്ധം ശുദ്ധജലത്തിന് വേണ്ടിയാകും. ശ്രദ്ധിച്ചു കേട്ടോണേ, വെള്ളം കിട്ടാനില്ലാതെ വരും. ഇപ്പം തന്നെ വെള്ളം വില കൊടുത്ത് വാങ്ങുന്നുണ്ട് പലയിടത്തും. ഇത് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരും സാമൂഹികർക്ക് കണ്ടുപിടിച്ചെങ്കിൽ, ശ്രദ്ധിച്ചു കേൾക്കണം പുറത്ത് കേൾക്കുന്നവരെ, ഇന്നേക്ക് 2700 വർഷം മുമ്പ്, 600 വർഷം മുമ്പ് ആമോസിന്റെ പ്രവചനത്തിൽ ഒരു പ്രവചനമുണ്ട്. വായിച്ചാട്ട് വായിക്കുന്ന പാസ്റ്ററെ, ആമോസ് 8:11 വായിച്ചേ. ശ്രദ്ധിച്ചു കേട്ടു, ഉറക്കെ വായിക്ക്. യെസ്, വായിക്ക്, മൈക്കി കൂടെ വായിച്ചു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. വായിച്ചോ അടുത്ത വാക്യം. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു നടന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. അയ്യോ, സൗന്ദര്യമുള്ള കന്യകുമാർ, ചെറുപ്പക്കാർ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കിട്ടാതെ ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴുമെന്ന്. ചെറുപ്പക്കാർ വീഴുമെങ്കിൽ പ്രായമുള്ളവരുടെ കാര്യം പറയണോ? വിശുദ്ധ വേദപുസ്തകം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കൈ ഉയർത്തി സ്തോത്രം പറയാം. യൂച്ചഭാഷയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഈ വേദപുസ്തകം ഒരിക്കൽ പറഞ്ഞത് പലതും സംഭവിക്കുവാൻ സാധ്യതയില്ലാത്തതായിരുന്നു. ഇപ്പോൾ ഇത് ലൈവായി ലോകം മുഴുവൻ കാണുന്നുണ്ടല്ലോ. വേദപുസ്തകത്തിൽ, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി, യെരുശലേമിൽ 2 വിശുദ്ധന്മാർ വരുമെന്നും അവർ കൊല്ലപ്പെടുമെന്നും 3 ദിവസം അവിടെ ഡെഡ് ബോഡി യെരുശലേമിൽ കിടക്കുമെന്നും, ഈ യെരുശലേമിൽ കിടക്കുന്ന ഭക്തന്മാരുടെ ഡെഡ് ബോഡി സകല ജാതിക്കാരും സകല ഭാഷക്കാരും സകല വംശക്കാരും കാണുമെന്ന്. എവിടെ കിടക്കുന്നത്? യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകത്തിലെ സകല ആളുകളും കാണുമെന്ന് ഈ ബൈബിള് പറഞ്ഞപ്പം അന്ന് ചിലർ ചോദിച്ചു, ഏത് കോമ്പനാടാ ഇത് എഴുതിയെന്ന്. സ്തോത്രം. എന്നാൽ ഇവിടെ ഈ വാഗമണ്ണിൽ നടക്കുന്ന ഈ സുവിശേഷ യോഗം ലോകം മുഴുവൻ ഇപ്പോൾ കാണാൻ കഴിയും. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ സാഹചര്യമൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞവൻ സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. കയ്യൊന്നടിച്ച ശക്തിയോടെ സ്തോത്രം പറയൂ. അത് സംഭവിക്കും. അപ്പോൾ ഇതും സംഭവിക്കും. എന്താ സംഭവിക്കും? വെള്ളം കുടിക്കാനില്ലാതെ മനുഷ്യൻ ദാഹം കൊണ്ട് ബോധം കെട്ടു വീഴും. അവിടെ 2 ക്ഷാമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴാണ് ഇവരെല്ലാം പറഞ്ഞ വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവും. എന്നാൽ അവിടെ 2 ക്ഷാമം. തുടക്കം എന്തുവാ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള. അപ്പം ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം. അപ്പം 2 ക്ഷാമം. 1, വചനം കിട്ടാനില്ലാതെ വരും. 2, വെള്ളം കിട്ടാനില്ലാതെ വരും. ഉറക്കെ സ്തോത്രം പറഞ്ഞേ ചക്കതിയാണ്. ഇപ്പം ഏറ്റവും അധികം സുലഭമായുള്ളത് എന്താണെന്നറിയാമോ? 1, വചനം. 2, വെള്ളം. കർത്താവിൻ്റെ ദാസൻ്റെ സ്ഥലത്തൊക്കെ ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന മാർത്താണ്ഡത്തും കന്യാകുമാരിയിലും എല്ലാം. ഒരു കൺവെൻഷൻ സീസണിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. കേരളത്തിൽ, തമിഴ്നാട്ടിലും ഒക്കെ ഏറ്റവും അധികം സുലഭമായി നടക്കുന്നതും എന്താണെന്നറിയാമോ? സുവിശേഷ യോഗമാണ്. ഏറ്റവും വലിയ വാൾ പോസ്റ്റുകളും ഫ്ലെക്സുകളും എന്തോയിൻ്റെയാ? വല്ലോന്ന് പറ. സുവിശേഷം ഇവിടെ ഉണ്ടല്ലോ, വരുന്നവർക്കെല്ലാം കാണാം. ബ്ലസ് വാഗമൺ. അപ്പം ഇഷ്ടം പോലെ സുവിശേഷ യോഗ. ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഇങ്ങോട്ട് വന്ന് കേൾക്കാത്തവനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് കേൾപ്പിക്കുക. TV തുറന്നാൽ സുവിശേഷം, റേഡിയോ ഓണാക്കിയാൽ സുവിശേഷം, 20 രൂപയുടെ പച്ചക്കറി വാങ്ങിയാൽ അതും പൊതിഞ്ഞു തരുന്ന സുവിശേഷം. ഏത് ഭാഷ കേൾക്കണം? ഇംഗ്ലീഷിൽ കേൾക്കണോ? തമിഴിൽ കേൾക്കണോ? തെലുങ്കിൽ കേൾക്കണോ? കന്നഡ കേൾക്കണോ? അറബി കേൾക്കണോ? 24 മണിക്കൂറും നീ ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ സുവിശേഷം കേൾക്കാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോള. പണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു അച്ചായന് സുവിശേഷം കേൾക്കാൻ ഇഷ്ടമല്ല. പെന്തക്കോസ്തുകാർ യോഗത്തിന് മൈക്ക് വെച്ച് കെട്ടിയപ്പോഴേ പുള്ളി പറഞ്ഞു, ആണ്ട് വന്നു ബഹളക്കാർ.
പെന്തക്കോസ്തുകാരുടെ. അതുകൊണ്ട് ഈ അരകക്കാരുടെ ശബ്ദം കേൾക്കാൻ വയ്യാന്നുകൊണ്ട് പുള്ളി പെണ്ണുമ്പുള്ള വീട്ടിലേക്ക് വണ്ടി കയറി. സുവിശേഷവും കഴിഞ്ഞേ മടങ്ങി വരണമെന്ന് പറഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാഴ്ചത്തെ ക്രൂസൈഡ് നടക്കുക. തടവേടിച്ച് പന്ത്രണ്ട് ചെന്നപ്പോൾ ചൂട്ടും കെട്ടിപ്പാട വന്നതല്ലേ. ഇന്നത്തേക്ക് ഇങ്ങോട്ട് നോക്കിയേ, ഇന്നത്തേക്ക് ഇരിക്കാന്ന് എന്ത് ചെയ്യാനാ, ചെന്നതല്ലേ. പുള്ളിയുടെ വീടിന് പെണ്ണുമ്പുള്ള വീടിന് തൊട്ടടുത്താ മൈക്ക്. ഒരു മൈക്ക് അങ്ങോട്ട് തിരിച്ചു വെച്ചിരിക്കുക. ഇന്നത്തേക്ക് ഇരിക്കാം, പക്ഷെ കേൾക്കത്തില്ലെന്ന് പറഞ്ഞു, സുവിശേഷം കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി 2 ചെവിയിലും കൈയിട്ടു പ്രസംഗം കേൾക്കാതിരിക്കാൻ. 2 ചെവിയിലും കൈയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിക്കൻ കുനിയ വരുത്തുന്ന കൊതു വന്ന് പുള്ളിയെ കടിക്കാൻ തുടങ്ങി. കൊതുകിനെ അടിക്കാൻ കൈ അങ്ങോട്ട് എടുക്കുകയും വെടിപൊട്ടുന്ന പോലെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയാകും. മതി, കേൾക്കേണ്ടതെല്ലാം കേൾപ്പിച്ചു കഴിഞ്ഞു. ആമേൻ. നന്നായിട്ട് കൈയൊക്കെ അടിച്ചോ ശക്തിയോടെ. ഈ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നമ്മുടെ ഈ പാട്ടുകാരെ, പുള്ളി പറഞ്ഞതെല്ലാം ഒന്നും എനിക്ക് മനസ്സിലായില്ല, ചിലതൊക്കെ മനസ്സിലായി. ഇവർ ഈ പാടാൻ ഇങ്ങോട്ട് കയറി നിൽക്കുമ്പോഴേ വളരെ സ്ലോ മോഷനിലാണ് പാട്ട് തുടങ്ങുന്നത്. എൻ്റെ പ്രസംഗം പോലെ കൊട്ടും അതുപോലെ. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ആഞ്ഞൊരു കൊട്ടുണ്ട്. കൊട്ട് മുറുകുമ്പോൾ ഓർത്തോണം, കൊട്ട് നിൽക്കാൻ പോവാ. സുവിശേഷയോഗം കൂടുമ്പോൾ നീ ഓർത്തോണം, സുവിശേഷയോഗം നിൽക്കാൻ പോക. വാഗമൻകാരെ, കല്യാണത്തിന് വിളിക്കുന്ന പോലെ കൺവെൻഷന് വിളിച്ചാലും നിങ്ങൾക്ക് വരാൻ നേരമില്ല. എന്നാൽ ഈ പുസ്തകം ഉയർത്തിയാൻ പറയട്ടെ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം ദേശത്തേക്ക് കാലം വരാൻ പോകുന്നു എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് പ്രാസംഗികരെ മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ നിന്ന് സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന പാവപ്പെട്ട ദൈവമക്കളെ തേടി നീ ഓടി നടക്കുന്ന കാലം വരും. ഞങ്ങളുടെ വീട്ടിലൊന്ന് വാ, ഒന്ന് പ്രാർത്ഥിക്കുന്നു പറയുന്ന കാലം വരും. അന്ന് ദൈവമക്കൾ ഇവിടെ കാണുകയില്ല. കയ്യൊന്നടിച്ച് വാ തുറന്ന് ശക്തിയോടെ സ്തോത്രം പറയൂ. സുലഭമായി വചനം നിന്റെ സമീപമുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റ്, ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കുന്നില്ല, ആരാധിക്കേണ്ടവനെ ആരാധിക്കുന്നില്ല. ബൈബിൾ പറഞ്ഞവർ പൊട്ടക്കിണർ, ജീവൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചവർ പൊട്ടക്കിണറിനെ കുഴിക്കുന്നു. തമിഴ്നാട് തൊട്ടടുത്താലോ ഒരു ബോർഡറാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ അവിടുന്ന് ഒരു കൊച്ചു കുരങ്ങനെയും കൊണ്ട്, കുട്ടിക്കുരങ്ങനെ കൊണ്ടൊരു നിക്കറുമൊക്കെ ഇടിപ്പിച്ചൊരു ബനിയനും ഇടിപ്പിച്ച് ഇങ്ങോട്ട് വന്ന് ആടടാ രാമ ചാടടാ രാമ എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ തടിച്ചു കൂടും അല്ലേ. 2 സൈക്കിളിൻ്റെ ട്യൂബൊക്കെ എല്ലാം അഴിച്ചു വിട്ട് ബെല്ലും ബ്രേക്കും വിട്ട് ഒരു സൈക്കിൾ രക്ഷക്കാരൻ വന്നാൽ നാട്ടുകാർ കൂടും. ജീവൻ്റെ വചനം കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾ ഈ ഉച്ചഭാഷണം വെച്ച് വിളിച്ചു പറയുന്ന നീ കേട്ടില്ലെന്ന് വരരുത്. അതുകൊണ്ട് ദൈവം നിന്റെ വായിൽ നിന്റെ സമീപ വചനം നൽകിയിരിക്കുന്നു. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. സമയം പോന്നു. 1, ജനം പെരുകിയ കാലം. നമ്മുടെ കാലം അങ്ങനെ ആയിരിക്കുന്നു. 2, വായിക്കൂ പാസ്റ്ററെ, 6:2 വീണ്ടും വായിച്ചു. 6-ാം അധ്യായം വീണ്ടും വായിക്കേ. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. ഈ നോഹയുടെ കാലത്തിൻ്റെ അടുത്ത പ്രത്യേകത, അവിടെ ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുക്കുക. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടതിനെയൊക്കെ അങ്ങ് കെട്ടുക, കല്യാണം കഴിക്കുക. മാരിയേജ് ആൻഡ് റീമാരിയേജ്, വിവാഹം കഴിക്കുക, ഒഴിക്കുക, വീണ്ടും കല്യാണം കഴിക്കുക, വീണ്ടും കെട്ടുക. അപ്പോൾ ഈ വിവാഹമോചനം വർദ്ധിച്ച കാലമായിരുന്നു, കുടുംബ തകർച്ചയുടെ കാലമായിരുന്നു നോഹയുടെ കാലം. നമ്മുടെ കാലം അങ്ങനെ ആയിരിക്കുകയാണ്. കേരളത്തിൽ ഒത്തിരി കല്യാണം നടത്തുകയും കല്യാണത്തിന് പ്രസംഗം ചെയ്യുന്ന ആളാണ് ഞാൻ. ആധികാരികമായൊരു കണക്ക് പറയാം, കേരളത്തിൽ ഒരു വർഷം 1,00,000 വിവാഹം നടക്കുന്നു. പക്ഷെ 50,000 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. കുടുംബ തകർച്ച. നാളെ മനോരം ഇവിടെയൊക്കെ വരുമായിരിക്കുമല്ലോ, മലയാളം വായിക്കുന്നവരുണ്ട് അറിയാം. പത്രങ്ങളിലെല്ലാം സൺഡേ സപ്ലിമെൻ്റ് ഉണ്ട്. ഈ സൺഡേ സപ്ലിമെൻറ്റിൽ മാട്രിമോണിയൽ കോളമുണ്ട്, വിവാഹ പരസ്യം. വല്ലപ്പോഴും നോക്കണം. ഞാൻ നോക്കണമെന്ന് പറഞ്ഞ പ്രായമാരോടാ, ചെറുപ്പക്കാർ സ്ഥിരം നോക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഈ മാട്രിമോണിയൽ കോളത്തിൽ ഇങ്ങനൊരു പരസ്യമുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ വരൻ വധുവിനെ അന്വേഷിക്കുന്നു. അങ്ങോട്ട് മാറി അവളും കൊടുത്തിട്ടുണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹമോചനം നേടിയ വധു വരനെ അന്വേഷിക്കുന്നു. അപ്പം അവർ രണ്ടുപേരും പറയുന്നു അവരുടെ കുഴപ്പം കൊണ്ടല്ല കല്യാണം ഒഴിഞ്ഞ്, പിന്നെ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും. ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഈ അമേരിക്കയിലൊക്കെ കല്യാണം ഒഴിയാൻ പ്രത്യേക കാര്യമൊന്നും വേണ്ട. ഭർത്താവിൻ്റെ കൂർക്കം വലി കൂടുതലാണ് ഭാര്യയ്ക്ക് ഭർത്താവിനെ ഒഴിയാം. ചിലരൊക്കെ ചിന്തിക്കാതെ എന്തപ്പരാനെ ഇവിടെ അങ്ങനെ ആയിരുന്നു, എത്ര നല്ലതായിരുന്നെന്ന്. ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന കറിക്ക് ഉപ്പ് കൂടിയാൽ ഭർത്താവിന് ഭാര്യയെ ഒഴിയാം. സഹോദരിമാരെ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ഉപ്പ് കലക്കി കൊടുത്തിട്ട് പോലും ഇവർ നമ്മളെ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ഇവിടുത്തെ സംസ്കാരം അതല്ല, ഉടുപ്പുരിഞ്ഞു മാറ്റുന്ന പോലെ. ഇപ്പം ഇവിടെ അയക്കുക അത്. ഞാൻ ആന്ധ്രയിൽ ചെന്നെ പറഞ്ഞു, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ആഴ്ച 2 ദിവസം സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു, കൊണ്ടുപോയില്ലെന്നും പറഞ്ഞ് കല്യാണം ഒഴിയുന്നെന്ന്. വാഗ്ദാന ലംഘനം, കുടുംബ തകർച്ച. അതങ്ങ് പോയി, അതൊക്കെ പോട്ടെ. ഞാൻ പറഞ്ഞില്ല, ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ 2 പെൺപിള്ളാരെ നിർത്തി ഒരു ആംഗ്ലിക്കൻ ബിഷപ്പ് കല്യാണം നടത്തിക്കുന്നൊരു ഫോട്ടോ അതിനകത്തുണ്ട്. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക. പണ്ടത് ഭാവനയായിരുന്നു. ഇന്ത്യയുടെ പരമോന്നത കോടതി, സുപ്രീം കോടതി, ഞാൻ വളരെ ശാന്തമായിരുന്നു പുറത്ത് കേൾക്കാൻ വേണ്ടിയാണ്, സുപ്രീം കോടതി അനുവാദം നൽകി. എന്തോ ഇതിന്? മൃഗങ്ങളുടെ ഇടയിൽ പോലും ഇല്ലാത്തത് ആണിനെയും പെണ്ണിനെയും തമ്മിൽ കല്യാണം കഴിക്കുക. അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ടവരൊക്കെ പോകാമെന്ന്. അത്രയും സഭ്യമായി ഇവിടെ പറയാനൊക്കത്തുള്ളല്ലോ. ആണും പെണ്ണും തമ്മിൽ. അതിൽ ഇപ്പോൾ പലയിടത്തത് നിയമമായി. ഇംഗ്ലണ്ടിൽ നിയമമായി, അമേരിക്കയിലായി. അതായത് അനുവാദം വന്നപ്പം ആൾത്താരയിൽ നിന്ന് ആണിനെയും പെണ്ണിനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കണം. അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ ഇത് ഒറ്റ മണിക്കൂർ കൊണ്ട് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തു പള്ളി വെച്ച് കല്യാണം നടത്താൻ. ഒറ്റ മണിക്കൂറിന് 3800 പേര്. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ആ വാർത്ത കൊടുത്തത് എന്താണെന്നറിയാമോ? 2 കിളവന്മാർ തമ്മിൽ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അടിയിൽ എഴുതിയേക്കുന്നു 38 വർഷത്തെ പ്രണയസാഫല്യം വന്നു. എന്തുവാ? കിളവന്മാർ കല്യാണം കഴിക്കാൻ പോവാന്ന്. ആണും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആണിനെയും പെണ്ണിനെയും നിർത്തി ആൾത്താരുടെ മുമ്പിൽ വിശുദ്ധ ബൈബിൾ വെച്ചുകൊണ്ടുള്ള കല്യാണം. വേദോസം പറഞ്ഞു, ശൂന്യമാകുന്ന മ്ലേച്ഛതകൾ നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ വാതുക്കലായിരിക്കുന്നു. ഓ, വാതുറന്ന ശക്തിയോടെ സ്തോത്രം പറയൂ. ഞാൻ പറയുന്ന വ്യക്തമായി നാട്ടുകാരോട് പറയാം. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു സോദോം മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ലോകത്തിലെ മിക്ക പട്ടണങ്ങളും സോദോമിനെ കളതപ്പതിച്ചു കഴിഞ്ഞു. സോദോമിൽ പാപമുണ്ടെങ്കിൽ ദൈവ ന്യായവിധിയുമുണ്ട്. ഈ രാത്രി ഞാൻ വാഗമണ്ണിനോട് വിളിച്ചു പറയുന്നു, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല ദൈവ ന്യായവിധി വരാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം ബൈബിളിൽ പറയുന്നു. അത് ദുഷ്ടനോടുകൂടി നീതിമാനെ നശിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. വാഗമൺകാരെ, കേരളക്കാരെ, തമിഴ്നാട്ടുകാരെ, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. പിന്നെന്തുകൊണ്ട് ന്യായവിധി വരുന്നില്ല? സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കയ്യൊന്നടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. പ്രാർത്ഥിക്കുന്നവന്റെ വില, ആരാധിക്കുന്നവന്റെ വില നിങ്ങൾക്കറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ അറിയാൻ പോവാ. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? തടുക്കുന്നവൻ വഴി നീങ്ങിപ്പോകണം, അപ്പോൾ അധർമ്മമൂർത്തി പ്രത്യക്ഷപ്പെടും. ബൈബിള് പറഞ്ഞേക്കത് കേൾക്കണോ? ഉല്ലാസയാത്രയ്ക്കൊക്കെ വരുന്നവനോർത്തോണം, ഭൂമി പൊടുപടപ്പൊട്ടും, ഭൂമി കിറുകിറുങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാലം പോലെ ആടും. കാരണം ഇതിന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുന്നു. ഇത് വീഴും, എഴുന്നേൽക്കയില്ല. നല്ലൊരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പാട്ടുപാടി കടന്നു പോകും. സുഹൃത്തേ, നന്നായി ലോകം പോകില്ല. ഒരു സെക്കൻഡിൽ 6 എന്ന കണക്കിന് ഭൂചലനമുണ്ടാകും. ഭൂമി പൊടുപടപ്പൊട്ടും, ഇവിടുത്തെ സകല പണിയും ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. എന്നാൽ ഇപ്പോൾ ഇത് പിടിച്ചു നിർത്തപ്പെടാനൊരു കാര്യമുണ്ട്. നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് പടിഞ്ഞാറ് കടലാണ്, കിഴക്ക് സൗഖ്യപർവ്വത നിരകളാണ്. പടിഞ്ഞാറിന്ന് സുനാമി കയറി വന്നുകൊണ്ടിരിക്കണം,
കിഴക്ക് നിങ്ങൾ നിൽക്കുന്നിടത്ത് ഭൂചലനങ്ങൾ ഉണ്ടാകണം. പക്ഷെ ഇത് രണ്ടും പിടിച്ചു നിർത്തപ്പെടാൻ കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുള്ളതുകൊണ്ട്. പ്രാർത്ഥിക്കുന്നതിൻ്റെ വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇവർ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സന്തോഷത്തോടെ ശക്തിയോടെ സ്തോത്രം പറയും. ഞങ്ങൾക്ക് പറയാനുള്ളത് വിളിച്ച് പറയാം. അപ്പോൾ അപർമ്മം പെരുകിക്കഴിഞ്ഞു. അത് പിന്നെ ഞാൻ പറയാം. കുടുംബ തകർച്ചയുടെ കാലമായിരുന്നു നമ്മുടെ കാലം. അങ്ങനെ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുടുംബം തകരുന്നു. 3-ാം വാക്യം വായിച്ചാണ് പാസ്റ്റർ, വേഗത്തിൽ 3-ാം വാക്യം വായിക്കാം. 3-ാം വാക്യം. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നരുളി ചെയ്തു. നോഹയുടെ കാലത്തിന്റെ അടുത്ത പ്രത്യേകത എൻ്റെ ബോധം നോക്കൂ. ആയുസ് കുറഞ്ഞ കാലം. ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ട് ഉറക്കെ പറ. ആയുസ് കുറഞ്ഞ കാലം. അതായത് ഈ വേദപുസ്തകം നമ്മൾ നോക്കിയാൽ അതുവരെയുള്ള മനുഷ്യൻ്റെ ആയുസ് 930 സംവത്സരം, 640 സംവത്സരം, 530 സംവത്സരം, 380 സംവത്സരം ഒക്കെ ആണെങ്കിൽ നോഹയുടെ കാലമായപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കാൻ പോവാ. എത്ര ആക്കി? 120. ദൈവപുരുഷനായ അഹരോന്റെ നിര്യാണവേളയിൽ തൻ്റെ സഹോദരൻ മോശ ഇങ്ങനെ പാടി. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോടൊപ്പം പറയാം. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാൽ. കണ്ടോ, നോഹയുടെ കാലത്ത് 120. ശ്രദ്ധിച്ചിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മോശയുടെ കാലത്ത് 80, 70, 80. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കാലത്ത് എത്ര ആയുസെന്നറിയാമോ? ഉറക്കെന്ന് പറഞ്ഞേ. പണ്ടൊരാൾ സാധനം വാങ്ങാൻ കടയിൽ പോയി. വന്നത് എന്തിനാന്ന് പുള്ളി അങ്ങ് മറന്നുപോയി. കടക്കാരൻ ചോദിച്ചു, നീ എന്തിനാടാ വന്നതെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു, ഇയാൾ പറയാന്ന്. ഞാൻ വന്നതിന് ഇയാൾ പറ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടല്ല ഇയാൾ പറയുന്നു പറഞ്ഞിരിക്കുക. എന്തേലും ഒന്ന് പറ. നമ്മുടെ ആയുസ് എത്ര? അത്രയൊക്കെ ഇരുന്നാൽ കൊള്ളാം. മനുഷ്യൻ്റെ ആയുസ്, ഇന്നത്തെ ആയുസ് ഞാൻ പറയട്ടെ. 30-കാരന് 18-കാരന് ഡയബറ്റീസ്, 23-കാരന് ബ്ലഡ് പ്രഷർ, 41-കാരന് ഹാർട്ട് അറ്റാക്ക്. എന്തിനാ? 27-കാരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലമാണ്. ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കുറച്ചും വലിച്ചുമാണ് ജീവിക്കുന്നത്. 45 വയസ്സ് കഴിഞ്ഞിട്ടും എനിക്ക് ഒരസുഖവും ഇല്ലെന്ന് പറയാൻ കഴിയുന്നവർ എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പറഞ്ഞാൽ, ആരെങ്കിലും എഴുന്നേറ്റ് നിന്നാൽ ആദ്യം പോയി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തോ നിങ്ങൾ അഡ്മിറ്റാ. ഈ കൊച്ചുവിനേശിയുടെ കാലത്ത്, കൊച്ചുവിനേശി ഞാൻ കല്യാണത്തിന് പലതും പറയുന്ന കൊച്ചുവിനേശി വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം ചോദിച്ചു, ഭാര്യയുമായി വഴക്കൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ആരുവ? ഭാര്യയുമായിട്ട് ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് പാസ്റ്ററെ. അപ്പം പുള്ളി ചോദിച്ചു, എത്ര നാളായടാ കല്യാണം കഴിച്ചിട്ടെന്ന്. അവൻ പറഞ്ഞു, 2 ദിവസമായെന്ന്. അടികൂടാൻ തുടങ്ങിയിട്ടില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ചിന്തിക്കുക, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കിയേ, കണ്ണിന് പ്രത്യേക ഭാഗം, മൂക്കിന് പ്രത്യേക ഭാഗം, അതിനൊക്കെ ഓളജി ഉണ്ട്. ത്വക്കിന് പ്രത്യേക ഭാഗം, നാക്കിന് പ്രത്യേക ഭാഗം, ആട്ടിന് പ്രത്യേക ഭാഗം, എല്ലാത്തിനും പ്രത്യേക ഭാഗം. ലോകം കണ്ടത് മുതൽ ഇതുവരെ നമ്മുടെ കാലത്തിലാണ് ഏറ്റവും അധികം ഹോസ്പിറ്റൽസ്, നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ഡോക്ടേഴ്സ്, നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം നേഴ്സുമാർ, നമ്മുടെ കാലത്താണ് അത്യാധുനികമായ കമ്പ്യൂട്ടർ നിയന്ത്രിത ഉപകരണങ്ങൾ, നമ്മുടെ കാലത്താണ് ഇത്രയധികം മെഡിസിൻസ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് മരണം മനുഷ്യനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഒന്നുകൂടെ ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ഞാനൊന്നുകൂടെ പറയാം, കുഞ്ഞെ, ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ നിന്റെയും എന്റെയും മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണെന്ന് ഓർത്തുകൊള്ളണം. ഒരാ ശക്തിയോടെ കൈയടിച്ച ദൈവത്തെ. ഞാൻ ഒരിക്കലും ഈ ബാംഗ്ലൂരിൽ പ്രസംഗിച്ചിട്ട് വരുമ്പോൾ എന്നോടൊപ്പം ആ ട്രെയിനിൽ എയർ സി കമ്പാർട്ട്മെൻറ്റിൽ വളരെ പ്രശസ്തരായ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, വളരെ ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, ഡോക്ടർമാരോട് ചോദിച്ചു, ഈ ആയുസ് കൂടി എന്നിപ്പം പറയുന്നില്ലേ, അപ്പം ഈ ആരുടെ ആയുസ്സാണ് കൂടിയെന്ന് ഞാൻ ചോദിച്ചു. ഈ ആയുസ് കൂടിയെന്ന് പറഞ്ഞത് പ്രായമായ ആളുകളുടെ ആയുസ്സാണ് കൂടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത്. എൻ്റെ അപ്പച്ചോട് നരച്ച അപ്പച്ചനോട് ഇരിപ്പുണ്ട്, വളരെ അപൂർവമായി തരം നരച്ചവരൊക്കെ ഇപ്പം അവർക്ക് കാണാതില്ലാതെ വന്നിരിക്കുകയാണ്.
അപ്പം അന്നത്തെ ആളുകളുടെ ആയുസായി കൂടിയത്, ഇപ്പോഴത്തെ അല്ലേ കുറച്ച് മരിച്ചാൽ നടക്കുന്നത്. അതിന് കാരണം പറയാം, എൻ്റെ മുഖത്തോട് നോക്കിയിരിക്കണം. ഇന്നത്തെ നമ്മുടെ ആളുകൾക്ക് ഈ അസുഖം വരാൻ കാരണം വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയർമെൻറ്റ് പൊല്യൂഷൻ. കുടിക്കുന്ന വെള്ളം അശുദ്ധം, ശ്വസിക്കുന്ന വായു അശുദ്ധം, ഭക്ഷിക്കുന്ന ആഹാരം അശുദ്ധം, എല്ലാം മായമാണ്. ഇവിടെ മായമില്ലാത്തതൊന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. നമുക്കറിയാവുന്ന ഭാഷയിൽ മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങൾക്കറിയാമോ, നമുക്കിപ്പം നമ്മുടെ ഈ അപ്പച്ചന്മാരുടെ കാലത്ത് ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട് ഇപ്പം. എന്തിനാ? ആരോഗ്യം വർദ്ധിക്കാൻ, സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ. പവർ മാൾട്ട് കേട്ടിട്ടുണ്ടോ? ബൂസ്റ്റ്, ഹോർലിക്സ്, കോംപ്ലാന്, പിന്നെ രണ്ടു മൂന്നെണ്ണത്തെ പേര് പറ. ബോൺവിറ്റ. പക്ഷേ ഈ അപ്പച്ചന്മാരുടെ കാലത്ത് കോംപ്ലാനും ഇല്ല, ബൂസ്റ്റും ഇല്ല, ഹോർലിക്സും ഇല്ല, ആകെ ചെണ്ടമുറിയങ്കപ്പ. ഇവിടെ തന്നെ കപ്പയാ. പക്ഷെ ഇങ്ങോട്ട് നോക്കിയ എല്ലാവരും ഈ ചെണ്ടമുറിയങ്കപ്പ കഴിച്ചു വന്ന അപ്പച്ചൻ്റെ ആരോഗ്യം. ആ പിള്ളേരെയൊക്കെ നോക്കിയേ, ബൂസ്റ്റ് കഴിക്കുന്നവിടെ ഉണ്ടോ എന്ന് നോക്കി. ഭൂ നൂതിയാ താഴെ വീഴുന്ന പരുവത്തി ഇരിക്കുക, ഒറ്റ ഊതിനില്ല. അതിന് കാരണം ഇതാ, എല്ലാം മായം. ഈ അന്ത്യകാലത്ത് ദ്രവ്യാർത്ഥി വർദ്ധിക്കും. ദ്രവ്യാർത്ഥി എൻഡോസൾഫാൻ അടിച്ച് കയറ്റിയല്ലേ വിടുന്നേ. ഈ പഴമൊക്കെ ഈ ആപ്പിളും ഒക്കെ ഇരിക്കുന്നുണ്ടോ? അയ്യോ, ചില ആളുകളുടെ കൂട്ടാ. ഞാൻ എങ്ങാണ്ട് പോയപ്പോൾ നല്ല മാങ്ങ ഇരിക്കുന്ന കണ്ടു. ഞാൻ പറഞ്ഞു 1 കിലോ, ഒരു 2 കിലോ വാങ്ങിച്ച, ഒരു 10 കിലോ വാങ്ങിച്ചങ്ങ് കിട്ടു. ചില ആളുകളുടെ മുഖം പോലെ മുഖം നല്ല രസം, അകത്തോട്ട് കയറുമ്പോൾ ആ പ്രശ്നം. വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ പാസ്റ്റർ ഒന്നും കൊള്ളത്തില്ല. കാരണം എല്ലാം പൊല്യൂട്ടഡാ, ദ്രവ്യാർത്ഥി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാ. ഈ ദ്രവ്യാർത്ഥി കയറിയാൽ പിന്നെ മനുഷ്യൻ എന്തും ചെയ്യും. എല്ലാം പൊല്യൂഷനാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയാം. അതായത് ഈ അരി വാങ്ങിയാൽ അരിക്കകത്ത് എന്താ? കല്ല്. അരിക്കകത്ത് കല്ല്, തൂക്കം കൂടാൻ വേണ്ടി. ഈ മുളക് പൊടി വാങ്ങിയാൽ അതിനകത്ത് മുളക് പൊടിക്കകത്ത് എന്താണെന്നറിയാമോ? ഇഷ്ടിക പൊടിച്ചിടുവെന്നായിരുന്നു പരിപ്പ് പൊടിക്കാൻ. ഈയിടെ ആരാണ്ട് പറയുന്ന കേട്ടു, ചായപ്പൊടിക്കകത്ത് കുതിരച്ചാണകം പൊടിച്ചിടുവെന്ന്. ഈയിടെ ആയിട്ട് ഈ ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അതാസ കുതിരച്ചാണകമായി അടിക്കുന്നത്. എന്തോ ചെയ്യാത്ത 40 രൂപയ്ക്ക് ഇറങ്ങി മരുന്നോ, 40 രൂപയ്ക്ക് ഇറങ്ങണ്ടെന്ന് മരുന്ന് 4 രൂപയ്ക്ക് ഇറക്കാം. ഇതൊക്കെ ഇവിടെ യാദൃച്ഛികം. അതായത് ഒരു നല്ല കമ്പനി ഒരു മരുന്ന് ഇറക്കുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും. ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം. എന്താ നിന്റെ തലകറക്കം മാറാത്തേ? എന്താ നടുവേദന മാറാത്തേ? നീ സിദ്ധൌഷധമായി വാരി വീഴുന്ന ഗുളിക പോലും ഡ്യൂപ്ലിക്കേറ്റാ. ഇനിയുള്ള കാലത്ത് ഇതുകൊണ്ടൊന്നും സൗഖ്യം പ്രതീക്ഷിക്കണ്ട. മുട്ടിന്മേൽ നിന്ന് വിടുതലേറ്റുവാങ്ങുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു നൽകുന്ന സൗഖ്യം പൂർണ്ണമാണ്. ഒന്നുകൂടെ ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം. ആയുസ് കുറഞ്ഞ കാലം. ഞങ്ങളൊക്കെ ഒത്തിരി ശവമടക്ക് നടക്കുന്നവരാണ്. ഒത്തിരി സെമിത്തേരിയിൽ പോകുന്നവരാണ്. ഒത്തിരി ഡെഡ് ബോഡി മുമ്പിൽ നിൽക്കണം. ഒരു 1-ാം തീയതി 6 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. പിന്നെ 32 വയസ്സ് പ്രായമുള്ള 3 കുഞ്ഞുങ്ങളുടെ അമ്മ, പിന്നെ 41 വയസ്സുകാരൻ, പിന്നെ 43കാരൻ. സങ്കടത്തോടെ അത് അടക്കാതിരിക്കാനൊക്കെ ഇല്ലല്ലോ, പ്രസംഗിക്കാതിരിക്കാനൊക്കെ ഇല്ലല്ലോ. ഞാനൊരു വലിയ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആളുകൾ മുമ്പോട്ട് വന്നു. ഒരമ്മ തൻ്റെ മോനാന്ന് പറയില്ല, ആങ്ങളെ പെങ്ങളെയും പോലെ ഇരിക്കും, ഫിലിം സ്റ്റാറിനെ പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാ അസുഖം? അവർ പറഞ്ഞു, ഇവൻ എൻ്റെ ഇതാരാന്ന് ചോദിച്ചു. അവൻ്റെ ഏകജാതന, ഒറ്റ മോനേ ഉള്ളൂ, BCom ഫൈനൽ ഇയർ പഠിക്കുക. അവർ പറഞ്ഞു, അവൻ കോളേജിൽ വെച്ച് തലകറങ്ങി വീണു. പല ഡോക്ടേഴ്സ് അന്വേഷിച്ച് അവസാനം കണ്ടുപിടിച്ചു തലച്ചോറിൽ ക്ഷയമെന്ന്. ഞാൻ ആദ്യം കേൾക്കുക, തലച്ചോറ് ക്ഷയം. മറ്റൊരു ചെറുപ്പക്കാരൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അകാലത്തിൽ വൃദ്ധനാകുക, 90കാരനെ പോലെ ദേഹം ചുക്കിച്ചുളിയുക, നിരാനരകൾ വരിക, അങ്ങനെ എന്തെല്ലാം, മജ്ഞ ക്ഷയിക്കുന്ന അസുഖം, മരുന്ന് കണ്ടെത്താത്ത അനേക അസുഖങ്ങൾ. ഒറ്റയാഴ്ചയ്ക്കുള്ളിൽ എത്ര ആയിരങ്ങളാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നറിയാമോ? ഈ രാത്രി ഞാൻ പറയാം, നിങ്ങൾ വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തി കൊണ്ടല്ല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി രാത്രി കൊണ്ടാണ്. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിപ്പാൻ കഴിഞ്ഞാൽ ഭാഗ്യമാ കുഞ്ഞേ. ഈ രാത്രി നീ നിനക്ക് ദൈവം ദാനം തന്നതാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്റെ ഭാര്യയെ സുഖത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ ഭർത്താവിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിന്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. ഒരു ദിവസം ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത് ദൈവത്തിന്റെ കൃപയാണ്. കരമടിച്ച് ശക്തിയോട് സ്തോത്രം പറയാം.
ആയുസ് കുറഞ്ഞ കാലം. സമയം വളരെ പോകുന്നല്ലോ. വായിച്ചു നോക്കൂ 5-ാം വാക്യം. നോഹയുടെ കാലത്തിന്റെ അടുത്ത പ്രത്യേകത. 5-ാം വാക്യം വായിച്ചാട്ടെ. 5-ാം വാക്യം വേഗത്തിൽ വായിക്കൂ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ഹൃദയവിചാരങ്ങൾ പോലും ദോഷമുള്ള കാലം, അവന്റെ നിരൂപണങ്ങൾ ദോഷമുള്ള കാലം. ഇതൊക്കെ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. നോഹയുടെ കാലത്തിൽ പ്രത്യേകത, മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളത്, ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളത്. ഇങ്ങോട്ട് നോക്കിയേ, ഈ അപ്പനും അമ്മയും മക്കളും ഇരുന്ന് കാണാൻ സാധിക്കാത്ത പല കാര്യങ്ങളാണ് നിങ്ങളുടെ ടി വിയിലെ പിക്ചർ ടൂവിൽ മിന്നിമറിയുന്നത്. ഒരിക്കലത് അറപ്പും വെറുപ്പുമായിരുന്നെങ്കിൽ ഇന്ന് അപ്പനും അമ്മയും പിള്ളേരും ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി തരാം. ഈ കമ്പ്യൂട്ടർ മുതൽ മുട്ടുസൂചി വരെ ഉള്ള പരസ്യത്തിൽ അഭിനയിക്കാൻ ഇവിടുത്തെ സുന്ദരീ സുന്ദരന്മാർ അമ്മയുടെ ഉദരത്തിൽ നുരുവായ പടുതിയും അല്പാൽപ വസ്ത്രവും ധരിച്ചുകൊണ്ടും ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നു. വേദപുസ്തകം പറഞ്ഞു, ലജ്ഞയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ സോദോം പോലെ പാപം പരസ്യമാക്കുന്നു. ഈ ഒരു കാലത്ത് വസ്ത്രം ധരിക്കാതിരുന്ന ആദിവാസികളും കാട്ടുവാസികളുടെയിൽ സുവിശേഷകന്മാർ പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് അവർ വസ്ത്രം ധരിക്കാൻ ആരംഭിച്ചപ്പോൾ പച്ച പരിഷ്കാരികളായ ആളുകൾ ഇന്ന് വസ്ത്രം ഉരിയാൻ ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടോട്ട് ഇറങ്ങി നിന്നാൽ മതിയല്ലോ. ഇന്ന് ഈ ആളുകൾ വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാനല്ല, നഗ്നത പരസ്യമാക്കാനാണ്. സത്യത്തിൽ ഇന്ന് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്നെന്ന പോലെ ഹൗവായെ കളിപ്പിച്ച പിശാച് ഇന്നും ഈ സഹോദരിമാരെയാണ് കളിപ്പിക്കുന്നത്. നിങ്ങൾ ടി വി നോക്കിക്കേ, ഈ ടി വിയിൽ സെലിബ്രിറ്റികളായ അല്ലെങ്കിൽ നടന്മാർ നല്ല ടൈയും കോട്ടും കെട്ടിയാണ് വരുന്നത്, അല്ലേ? അത് അവരെ കുട്ടി നിക്കർ ഇട്ടുകൊണ്ടാണ് വരുന്നത്, അല്ല? അവർ വരുമ്പം നല്ല ടൈയും കോട്ടും ഒക്കെ ഇട്ടാൽ അങ്ങനല്ലേ നമ്മൾ കണ്ടേക്കുന്നത്. പക്ഷേ ഈ പെൺപിള്ളേർ വരുന്നതോ അനങ്ങുന്നില്ല. ഇതിലേക്കൂടെ പോകുമ്പോൾ ഈ ടയറിൻ്റെ പരസ്യത്തിനെ എന്തിനാ ഇത്രയും കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് പെൺപിള്ളേർ നിൽക്കുന്നേ? അപ്പോൾ ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സൗഖ്യം വന്നപ്പോൾ ആദ്യം അന്വേഷിച്ച എന്നാ? ഉറക്കെ പറ, വസ്ത്രം. അപ്പോൾ വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരുതരം ലഗ്യോൻ ബാധയാ. അങ്ങനെയാണ് ഇവിടുത്തെ സിനി സ്റ്റാറുകൾക്കും അഭിനേതാക്കൾക്കും ലഗ്യോൻ കയറിയിരിക്കുക. ലഗ്യോൻ ഫാഷന്റെ പേര് പറഞ്ഞ് നീ അത് ഒപ്പിയെടുക്കരുത്. 2 അഭിഷേകം ഇവിടെ വ്യാപിക്കുന്നുണ്ട്. 1 ദൈവിക അഭിഷേകം, 2 സാത്താന്യ അഭിഷേകം. ആരാർക്കൊള്ളുന്ന തെളിയുന്ന ദിനങ്ങളാണിത്. ദൈവിക അഭിഷേകം പ്രാപിച്ചവൻ ദൈവിക അഭിഷേകത്തിൽ നിൽക്കണം. കയ്യൊന്നടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. പാപം പരസ്യമാക്കുന്നു. മനുഷ്യന്റെ ഹൃദയ നിരൂപണം ദോഷമുള്ള കാലം. എന്തൊക്കെ വാർത്തകളാ കേൾക്കുന്നത്. മനസ്സ് മരവിപ്പിക്കുന്ന വാർത്ത. എന്തൊരു നിഷ്ഠൂരതകളാണ്. ഈയിടെ നിങ്ങൾ കേട്ടോ, വായിച്ചോ, ടി വി കണ്ടോ? ഒരമ്മ ഭർത്താവ് മരിച്ച ചെറുപ്പക്കാരി 3 മാസമാകുമ്പോൾ വേർത്തൻ്റെ കൂടെ പോയി കൂടെ പുറത്തു 6 വയസ്സുള്ള കുഞ്ഞിനെ അവൻ വായിച്ചോ, കണ്ടിട്ടുണ്ട് നിങ്ങൾ? കാലെ പിടിച്ച് താഴെ അടിക്കുന്നു, പെറ്റലാടെ മുമ്പിൽ വെച്ച് തലയോട് പൊട്ടി തലച്ചോറ് വരുന്നു, വീണ്ടും എടുത്തിട്ട് അടിക്കുന്നു. ഓ, ഒരമ്മയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? പച്ച ജീവനത്തെ കത്തിക്കുന്നു. പ്രേമം നിരാശ വന്നെന്നും പറഞ്ഞ്. ഇതൊക്കെയാണോ പ്രേമം? ഈ വേദപുസ്തകം പറഞ്ഞ് നിങ്ങൾ കേൾക്കണോ? പുറത്ത് കേൾക്കുന്ന സുഹൃത്തെ, അന്ത്യകാലത്ത് ദുർഘട സമയം വരും. മനുഷ്യർ സ്വസ്നേഹികളാകും, മനുഷ്യർ നിഗളികളാകും, ഉഗ്രന്മാരാകും, വാത്സല്യമില്ലാത്തവരാകും, കനിവറ്റവരാകും. ബൈബിൾ ചോദിച്ചു, പെറ്റതള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നുകൊണ്ടിരിക്കുന്നു. കനിവറ്റവർ, വാത്സല്യമില്ലാത്തവർ പെരുകുന്നു. യേശു മടങ്ങി വരാറായി. നമ്മൾ ഒന്നിച്ച പ്രസംഗിക്കുന്ന ഉറത്ത് വാ തുറന്ന് ഉറക്കെ പറ, യേശു മടങ്ങി വരാറായി. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം. അടുത്തത് വായിക്കാം. സ്തോത്രം. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. ഭൂമി 11-ാം വാക്യം. ഭൂമി വഷളായി. അടുത്ത വാക്യം. ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. അതിക്രമം കൊണ്ട് നിറഞ്ഞു. വായിച്ചോ. ദൈവം ഭൂമിയെ നോക്കി. ദൈവം ഭൂമിയെ നോക്കി. അത് വഷളായി എന്ന് കണ്ടു. അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. കണ്ടോ? ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് പറയാം. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത, ദൈവം ദുഃഖിച്ച കാലം.
ഭൂമി നിലവിളിച്ച കാലം, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞ കാലം, ഭൂമിയിൽ വഷളത്തം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, പാപം വറിയ കാലം. നമ്മുടെ കാലവും അങ്ങനെയായിരിക്കുന്നു. വേദവസം ചോദിച്ചു, കാള തൻ്റെ യജമാനെയും കഴുതൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനമോ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാളയേക്കാളും കഴുതയേക്കാളും മതപ്പതിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കാള ഒരു പശുവിൻ്റെ അരികിലേ പോകൂ, ഒരു കിടാവിനെ ഉപദ്രവിക്കില്ല. മൃഗീയത എന്ന് പറഞ്ഞ ഒരു മൃഗം പോലും ഇങ്ങനെ ചെയ്യുമോ? കേൾക്കുന്നവർ കേൾക്കട്ടെ. എന്താ നിങ്ങളൊക്കെ വായിക്കുന്നേ? 4 വയസ്സ് പ്രായമുള്ള, 1.5 വയസ്സ് പ്രായമുള്ള, 6 വയസ്സ് പ്രായമുള്ള പിച്ചു കുഞ്ഞുങ്ങളെ കൊന്നും കൊല്ലാതെയും മാംസദാഹം തീർക്കുന്ന നരഅധമന്മാരുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോയി ഒരു അമ്പലത്തിൽ വെച്ചിട്ട് 10-18 എണ്ണം എന്നാ ചെയ്തേ? വെള്ളം പോലും കൊടുക്കാതെ. നിഷ്ഠൂരത പെരുകി, പാപം പെരുകി, വഷളത്തം പെരുകി. എവിടെ പാപമുണ്ടോ അവിടെ ദൈവനായ വിധി ഇറങ്ങി വരും. ദൈവനായ വിധി ഇറങ്ങി വരാറായി. ഈ സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന ദൈവമക്കൾ ഇവിടുന്ന് പാട്ടുപാടി കടന്നു പോകാൻ പോകുന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്ട്, ദുഷ്ടത പെരിയ കാലം, പാപം പെരിയ കാലം, വഷളത്തം പെരിയ കാലം. ഈ നോഹയുടെ കാലം പോലും നമ്മുടെ കാലമായിരിക്കുകയാണ്. എന്തിനാ? ചുരുക്കി ഞാനങ്ങ് പറഞ്ഞേക്കാം. സ്വന്തം പെറ്റതള്ള ഇതൊക്കെ സംഭവിക്കുന്നതാ. സ്വന്തം പെറ്റതള്ള ഉടുതുണി മാറുമ്പോൾ മറഞ്ഞു നിന്ന് ഒളിക്യാമറയിൽ, മൊബൈൽ ക്യാമറയിൽ അത് പകർത്തി കൂട്ടുകാർക്ക് സ്വന്തം അമ്മയുടെ നഗ്നത അയച്ചു കൊടുക്കുന്ന 6 വഷളന്മാരുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നു. ഇനിയും പാപം പെരുകാനില്ല, ഇനിയും ദുഷ്ടത പെരുകാനില്ല, ഇനിയും വഷളത്തം പെരുകാനില്ല. പക്ഷേ ന്യായവിധി ഇറങ്ങി വരാത്തത്, നോഹയുടെ കാലത്ത് പാപം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം കോപാഗ്നി അയക്കത്തില്ല, വെള്ളം പെയ്യിക്കത്തില്ല. സോതോമിൽ തീ ദൈവം ഇറക്കണമെങ്കിൽ സോതോം വിടാതെ തീ ഇറക്കില്ല. വാഗമണ്ണങ്കാരോട് ഞങ്ങൾ പറയാം, ദൈവത്തിന്റെ സഭ ഇവിടുന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന് ന്യായവിധി ഇടിച്ചിറങ്ങും. ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. യെസ്, എല്ലാവരും ചേർന്ന് എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. കരമടിച്ചേ, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണായി ഇല്ലെങ്കിലോ തുണയാകും യേശുവോടു ചേർന്നാൽ മതി, തുണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടന്നുമിങ്ങോ. ഒരിക്കൽ പാപാന്തകാര കുഴിയാതിൽ ഞാൻ മരിച്ചവനായി കിടന്നോ ഇടന്നുമിങ്ങോ. ഉയർത്തിയപ്പോൾ നിർത്തിയാവേ ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവേ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവേ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ചങ്ങമടിക്കേ, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി.
എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വയ്യമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോ, ഇവിടത്തെ പാർപ്പിടമോ വയ്യമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലോ, 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 തുണയാകും യേശുവോട് ചേർന്നാൽ മതി, തുണയാകും യേശുവോട് ചേർന്നാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. മാറോ മാന സന്തോരോ ദോരോ മോരോ തോമോ ദോരോ മോരോ ദോരോ മോരോ തോമാന സന്തോ മാരോ ദോരോ മാരോ തോമായ ദോടാ മാരോ ദോടാ മാരോ തോമായ ദോടാ മാരോ മാരാ വൈഡോ മാന ദോടാ മാരോ ദോടാ മാരം സോമാന സന്തോ മാരാ ദോടാ മാരോ തോമാന ദോടാ മാരോ ദോഷാ മാരോ തോമാന വൈഡോ മാരാ ആത്മാവി പാടിയാതെ ദോടാ മാരോ തോമാന സന്തോ മാരോ ദോടാ മാരോ മാന ദോടാ മാരോ ദോടാ മാരോ തോമാന വൈഡോ മാരോ ദോടാ മാരോ മാന ദോടാ മാരോ. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. Mana santo mano, doda mana to mano, doda mano, doda mana to mana waido mano, doda mana to mana, doda mano, doda mana to mana waido mano, doda mana doda mana, doda mana doda bali bare, doda mana doda bare. Dura bara bocha vimara udare, vimara vimara udare, vimara la bocha vimara udare, vimara shigara udara, vimara shigara vimara, vimara vimara udara, ure ura 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 vimara vimara vimara, ura ura vimara vimara ura ura shikere vimara udare. Buddha Varantara Buddha Varantara Mushari Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Buddha Kera Shandera Badi Kora Buddha Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Mushari Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Kera Buddha Buddha Varantara Buddha Varantara Buddha Varantara Buddha Varantara Mushari Buddha Varantara Buddha Badi Bara Vashamdere. യേശു മടങ്ങി വരാറായി, യേശു മടങ്ങി വരാറായി. കൈ ഉയർത്തിക്കൊണ്ട് പറ, യേശു മടങ്ങി വരാറായി. ഹല്ലേലൂയ. യുവഭാഷയോടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണുന്ന സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ മരിച്ച ക്രിസ്തു, കല്ലറയടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർന്നേറ്റ ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, രാജാതി രാജാവായി മടങ്ങി വരാൻ പോകുന്നു. കൈ ഉയർത്തിയാട്ടെ, ശക്തിയോടെ സ്തോത്രം പറയൂ. കരങ്ങൾ അടിച്ചവനെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു മടങ്ങി വരാറായി. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. ഭൂമിയിൽ ജനം പെരുകിയ കാലം, കുടുംബ തകർച്ചയുടെ കാലം, ആയുസ് കുറഞ്ഞ കാലം,
മനുഷ്യൻ്റെ ഹൃദയ നിരൂപണം ദോഷമുള്ള കാലം, ദുഷ്ടത പെരിയ കാലം, അകൃത്യം പെരിയ കാലം, വഷളത്വം പെരിയ കാലം, ദൈവം ദുഃഖിച്ച കാലം. ഈ കാലത്തിന് അതിപ്രധാനമായി 2 പ്രത്യേകതയുണ്ട്. അതോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. വായിച്ചാട്ട് പാസ്റ്റർ 6:8 ഉൽപ്പത്തി 6:8 വായിച്ചാട്ട്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒന്നുകൂടെ വായിച്ചാട്ട്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം പറഞ്ഞ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ച കാലം. എൻ്റെ മുഖത്ത് നോക്കൂ. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്വം പെരിയ കാലം. എന്നാൽ ആ കാലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ച കാലം. ഇന്ന് രാത്രി ഇവിടെ ഞാൻ പ്രസംഗിക്കുമ്പോൾ വിളിച്ചു പറയട്ടെ, നമ്മുടെ കാലം അതുപോലെ പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്വം പെരിയ കാലം, അകൃത്യം പെരിയ കാലം. എന്നാൽ ഈ കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൃപ വേണ്ടവനെ ദൈവം കൃപയാൽ നിറയ്ക്കുന്ന കാലം. പോരാ, അഭിഷേകം വേണ്ടവനെ ദൈവ അഭിഷേകത്താൽ നിറയ്ക്കുന്ന കാലം, ശക്തി വേണ്ടവനെ ദൈവ ശക്തിയാൽ നിറയ്ക്കുന്ന കാലം. നിങ്ങൾ വാ തുറക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങളുടെ വായിൽ വചനം തരുന്ന കാലം. നിങ്ങൾ ശാസിക്കാൻ തയ്യാറാണെങ്കിൽ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറുന്ന കാലം. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തയ്യാറാണെങ്കിൽ രോഗാത്മാവിൽ വിട്ടുമാറുന്ന കാലം. കൈയടിച്ച് സ്തോത്രം പറ. കൃപ വേണ്ടവന് കൃപ, അഭിഷേകം വേണ്ടവന് അഭിഷേകം, ശക്തി വേണ്ടവന് ശക്തി. പാപം പെരുകിയിടത്ത് കൃപയാത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. കയ്യൊന്നാട്ടി സ്തോത്രം പറഞ്ഞേ. എല്ലാ ദുഷ്ടതയും വരുത്തേക്കുക. ദിവസവും നിങ്ങൾ വായിക്കുന്നില്ലേ, 300 കോടിയുടെ ഹഷീഷ് പിടിച്ചു, 450 കോടിയുടെ മരിജുവാന പിടിച്ചു, മയക്കുമരുന്ന് കഞ്ചാവ് ഓയിൽ പിടിച്ചു. എവിടെ പോവാ ഇതല്ല? ഈ തലമുറ അടിക്കുക. അത്ര അവസ്ഥയാണ്. ഇവിടൊക്കെ സുലഭമാ, എല്ലായിടും തീരപ്രദേശത്തുൾപ്പെടെ അത്ര അധപ്പതനമെത്തി. പക്ഷെ ഇക്കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൃപ വേണ്ടവനെ കൃപയാൽ നിറയ്ക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കാലം പാപം പെരിയ കാലമാണ്, വഷളത്വം പെരിയ കാലമാണ്. പക്ഷെ നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെടുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത്. ഈ പ്രിയ സഹോദരൻ പറഞ്ഞില്ലേ, കൃപ വേണ്ടവനെ കൃപയാൽ ദൈവം നിറയ്ക്കും. ദൈവം തനിക്കുള്ളവരെല്ലാം ചേർത്തുകൊണ്ടിരിക്കുക. ഭൂമി കത്താൻ പോവാ, ഇത് ഇടിയാൻ പോവാ, ഇത് തകരാൻ പോവാ. വേദവസം പറഞ്ഞു, ഇത് മൂലപദാർത്ഥം കത്തി അഴിയും. എൻ്റെ സാലം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ പോലെ ആര് ഭരണത്തിൽ കയറിയാലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ആരും അനങ്ങുന്നില്ലല്ലോ. രാജാക്കന്മാരെ വാഴിക്കുന്നതും വീഴിക്കുന്നതും സ്വർഗത്തിലെ ദൈവമാണ്. ബോധിച്ചവന് ദൈവം കൊടുക്കും. പിന്നെ ആര് കയറാലും ഞങ്ങളെ ഞോണ്ടാൻ വരരുത്. അതേ ഞങ്ങൾക്ക് പറയാനുണ്ട്. ദൈവമക്കൾ കരഞ്ഞാൽ ഏത് മിടുക്കൻ്റെയും സിംഹാസനത്തെ ദൈവം വലിച്ചെറിയും. ശക്തിയോടെ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതവൻ വാഴുന്നു. ഒരു സ്ഥലത്ത് ന്യായവും നീതി എടുത്തു കളയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത്. ഉന്നതൻ മീതെ ഉന്നതനും അതിന് മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. അതുകൊണ്ട് ആരാണ്ടൊക്കെ ഇങ്ങനെ പേടിപ്പിക്കുക. ആര് വന്നാലും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഞങ്ങൾ പറയാം, ആര് വന്നാലും ഇവിടെ നന്നാകാൻ പോകുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊരവസരം കിട്ടിയായിരുന്നേ ഞാൻ നന്നാക്കാമായിരുന്നു ആരും പറയരുത്. അതിന് ദൈവം ഓരോരുത്തർക്ക് അവസരം കൊടുക്കുക. മോദി സാറ് പറഞ്ഞു, എനിക്കൊരവസരം എന്താ, 5 വർഷം കൊടുത്തിട്ട് ഇപ്പം പുള്ളി പറഞ്ഞു ഒരു 5 കൂടെ തരാനാ. ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞ് കയറിയ പള്ളി ഇപ്പം ശരിയാക്കിക്കൊണ്ടിരിക്കുക. അവരുടെ കുഴപ്പമല്ല, അവരാരും വിചാരിച്ച് നന്നാക്കത്തില്ല. അപ്പം പുള്ളിക്ക് കൊടുത്തു. ഇനിയിപ്പം രാഹുൽ ഗാന്ധി സാറ് പറഞ്ഞ പുള്ളിക്ക് ഒരു അവസരം കൊടുക്കാനാ. പുള്ളിക്കും കിട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് വിരോധമൊന്നും. പക്ഷെ ആര് വന്നാലും നന്നാകില്ല. ഇവരെല്ലാം ഇത് ഭരിച്ചു മുടിച്ചു കഴിയുമ്പോൾ ഭരിക്കാൻ അറിയാകുന്നവൻ ഇറങ്ങി വരും. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം എന്നേക്കുമുള്ള രാജ്യം സ്ഥാപിക്കും. പിന്നെ ആര് വന്നാലും ഞങ്ങൾക്കൊരുപോലെ. പാവപ്പെട്ടവൻ എന്നാ ഗുണം എന്ന് സൂര്യൻ കിഴക്കുതിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഞാൻ തമിഴ് പേശിയാച്ചിരി തെറ്റ് പറഞ്ഞാൽ ക്ഷമിക്കണം എന്നോട്. പണ്ട് കേരളത്തിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് പറഞ്ഞത് ആശാന്മാരെ. അപ്പോൾ ഈ ആശാന്മാർ വരുമ്പം പഠിപ്പിക്കുമായിരുന്നു. എഴുത്തോലയൊക്കെ കൊണ്ടുവന്നിട്ട്
അത് എഴുത്തിനിരുത്തും പിള്ളേരെ, ഈ ആണി കൊണ്ട് എഴുത്താലല്ല. അപ്പോൾ അദ്ദേഹം ആദ്യം പഠിപ്പിക്കുന്നെങ്കിൽ ഞാൻ ഉമ്മതുക്കതാ ഞാൻ വന്നേൻ എന്ന് പറഞ്ഞാൽ വയറ്റിപ്പഴപ്പിനാ ഞാൻ വന്നത്, എൻ്റെ വയറ്റിപ്പഴപ്പിനാ. പിള്ളേർ പോകുന്നിടത്തല്ല ഇത് പറയും, ഉമ്മതുക്കതാ ഞാൻ വന്നേൻ, ഉമ്മതുക്കതാ ഞാൻ വന്നേനും. ഒടുവിൽ രക്ഷകർത്താക്കൾ യോഗം കൂടി പറഞ്ഞു, എന്നാ പഠിപ്പിക്കായത്, ഈ ആശാൻ കൊള്ളത്തില്ല, നമുക്ക് ഈ ആശാനെ മാറ്റാം, വേറൊരു ആശാനെ കൊണ്ടുവരാം. ആശാന് യാത്രയിൽ കൊടുത്തു, വേറൊരു ആശാൻ വന്നു, രാജകീയമായി വന്നു. ആശാൻ ഇങ്ങോട്ട് വന്ന് ആകെപ്പാടെ ദേഷ്യപ്പെട്ട് എഴുത്തോലയല്ല മരിച്ചു കീറിക്കള, ഞങ്ങളുടെ കാശല്ലല്ലോ, രക്ഷകർത്താക്കളുടെ കാശല്ലേ. പുള്ളി പറഞ്ഞു പുതിയ എഴുത്തോല കൊണ്ടുവരാൻ. എഴുത്തോലയെല്ലാം വന്ന് എഴുത്ത് ആരംഭിച്ച് എന്താ എഴുതിയെന്നറിയാമോ? ഉണ്മതുക്ക് താൻ അവൻ വന്നേൻ, അതുക്ക് താനേ ഞാനും വന്നേൻ. അവൻ വയറ്റിപ്പഴപ്പിന് വന്നു, ഞാനും അതിനാ വന്നു. അല്ല എന്നാ ഞങ്ങളെ നന്നാക്കാനാണോ വരുന്നത്? കോടികളല്ലേ എല്ലാത്തിനും. ഇത് ഞങ്ങൾ പറഞ്ഞല്ലേ പിന്നെ ആര് പറയാനാ? കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാവെന്നാ ഇപ്പം വിളിച്ച് പറഞ്ഞേക്കുന്നത്. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും. കയ്യൊന്നടിച്ചോ. ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്കും ആ ജനം, തൻവരാവിനായൊരുങ്ങി നിൽക്കും ആ ജനം. ഗംഭീരാനാദം കേൾക്കും നിശ്ചയം, ഗംഭീരാനാദം കേൾക്കും നിശ്ചയം. ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണകൂടം മാറി മറിഞ്ഞു വന്നിടും, ഭരണാധികാരികൾ പൊടുന്ന നവെ മാറിടും, പൊടുന്ന നവെ മാറിടും. മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും, മരിച്ചുയർത്താവൻ ഭരണം കയ്യേൽക്കും. അത്യമൂലലായ സകല വൃക്ഷവും, അത്യമൂലലായ സകല വൃക്ഷവും കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകി, കൂട്ടമായി തളിർത്തു കാൺമതോർത്തു നോക്കുകി. ഓ നാദത്തിൽ നാദം കേൾക്കാറായി, ഓ നാദത്തിൽ നാദം കേൾക്കാറായി. യേശുരാജൻ വേഗം വാനിൽ വന്നിടും, യേശുരാജൻ വേഗം വാനിൽ വന്നിടും. തൻവരാവിനായൊരുങ്ങി നിൽക്കും ആ ജനം, തൻവരാവിനായൊരുങ്ങി നിൽക്കും ആ ജനം. പ്രത്യാശയുള്ളവർ സ്തോത്രം പറഞ്ഞാട്ട് കുറച്ചുകൂടെ നിൽക്കണമെന്നുണ്ട്, സമയമില്ല. ഭരണകൂടം മാറി മറിയും, ഭരണാധികാരികൾ പൊടുന്നനവെ മാറും. അമേരിക്കൻ പ്രസിഡന്റ് പുള്ളി പ്ലെയിനിലൊക്കെ പോയി കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന പുള്ളി പോലും ചിന്തിച്ചില്ല അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്ന്. ട്രംപ് സത്യ പുള്ളി ചിന്തിച്ചാണ് ഇല്ല. ഇതുപോലെ ഈ പണ്ട് ഒരു രാജാവ് പറഞ്ഞൊരു മുതലക്കുളം ഇട്ടിരിക്കാം, മുതലക്കുളം. ഈ മുതലക്കുളം നീന്തി വരുന്നവന് എൻ്റെ മോളെ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മുതല മൊത്തം ജീവനുള്ള മുതലയാണ്, ആളുകളെല്ലാം തടിച്ചു കൂടിയിരിക്കുക. എല്ലാവർക്കും രാജാവിൻ്റെ മോളെ ഭാര്യയാക്കണമെന്നുണ്ട്, പക്ഷേ മുതലേ നോക്കുമ്പോൾ ഒരു പേടി. എല്ലാവരും ഇങ്ങനെ നിൽക്കും. ഒരു മന്ദബുദ്ധി ചെറുക്കന്നെ അതുവഴി വന്നു. അവനിങ്ങനെ എത്തി നോക്കിയപ്പോൾ ആരാണ്ട് പിടിച്ചൊരു തെള്ളം കൊടുത്തു. അവനകത്ത് വീണ് കയ്യും കാലും വിട്ടടിച്ച് നീന്തി അക്കരെ ചെന്നു. രാജാവ് പറഞ്ഞു, നീയാണ് മിടുക്കൻ, നീയാണ് ശക്തൻ, എൻ്റെ മോള് നിനക്കുള്ളതാ. ഉടനെ അവൻ പറഞ്ഞു, എനിക്ക് ഇയാളുടെ മോളെയൊന്നും വേണ്ട, എന്നെ തള്ളിയിട്ടതാരാന്ന് എനിക്കറിയില്ല. സ്വതന്ത്രം ഇതാഗതി മണ്ണും ചാരിയും നമ്മൾ പെണ്ണും കൊണ്ട് പോകുന്നു പറഞ്ഞു. ഇതൊന്നും കണ്ടെന്നും ആരും അനങ്ങണ്ട, ആരും ഭയപ്പെടണ്ട. രാജാക്കന്മാരുടെ ശ്വാസം കൈവശമുള്ളവന്റെ വചനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആരും പേടിപ്പിക്കരുത്. ഇമ്മാവ് ജീവൻ എടുക്കുമെന്നല്ല ഉള്ളോ. സ്തോത്രം. ദേഹത്തെ കൊല്ലാനേ നിനക്ക് കഴിയൂ. ദേഹിയെയും ദേഹത്തെയും കുണ്ണത്ത് നരകത്തിൽ തള്ളിക്കളയാൻ അധികാരമുള്ളവനുണ്ട്. ശക്തിയോടെ സ്തോത്രം പറഞ്ഞാട്. യെസ്, നോഹയ്ക്ക് കൃപ ലഭിച്ചു.
നോഹയെ കൃപ കിട്ടിയ ഉറങ്ങാനല്ല, ഇന്ന് കൃപ കിട്ടിയതോടുകൂടി ചിലർക്ക് ഉറക്കം അങ്ങ് കൂടിയിരിക്കുക. കൺവെൻഷന് വന്നാലും ഇരുന്ന് ഉറങ്ങുക. ഈ ബഹളങ്ങളുടെ ഇടയിൽ ഉറങ്ങാൻ കഴിയുള്ള ഒരൊറ്റ കൂട്ടർ ഈ ഭൂമുഖത്തുണ്ട്. അത് പെന്തക്കോസുകാരും പെന്തക്കോസിലെ പാസ്റ്റർമാരുമാണ്. 5000 വാട്ട്സ് വെച്ചടിച്ചാലും അതിൻ്റെ ഇടയിൽ ഉറങ്ങും. ഇത്രയും സൗണ്ട് ഉണ്ടായിട്ട് ചില ആളുകൾ ഈ സ്റ്റേജിൽ ഇരുന്ന് ഉറങ്ങും. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ല ഉപദേശിമാർ സ്റ്റേജിൽ ഉറങ്ങുന്ന. സത്യമാണ് ഞാൻ പറയുന്നത്. ഈയിടെ ഒരിടത്ത് പ്രസംഗിക്കാൻ പോയി ഒരു കൂർക്കമ്മലി കേട്ടു. നോക്കിയപ്പോൾ അധ്യക്ഷൻ കൂർക്കമ്മലി കേട്ടു. എന്തുവാ കഷ്ടത. അതാ ഞാൻ പറഞ്ഞു, ലൈവ് വന്നോടി ഉറക്കമെല്ലാം എൻ്റെ കാണുക. ഉറങ്ങാനല്ല, കൃപ ലഭിച്ചവന് ജോലി കൂടുക. നോഹയുടെ ജോലി കൂടി, അതല്ലേ ഞങ്ങളുടെയൊക്കെ ജോലി കൂടിയത്. പ്രസംഗിക്കണം, പെട്ടകം പണിയണം. പ്രസംഗിക്കണം, പെട്ടകം പണിയണം. എന്താ പ്രസംഗിക്കേണ്ടത്? വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. 1, പ്രൈസ് ദി ലോർഡ്. പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അകൃത്യം പെരുകിയ ലോകത്തെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതി ഇറങ്ങി വരാൻ പോകുന്നു. 2ാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാൻ ഇപ്പോൾ മാർഗമുണ്ട്. ഇതാ പെട്ടകം റെഡിയാകുന്നു. ഞങ്ങൾക്ക് ലോകത്തോട് പറയാൻ 2 സന്ദേശമുണ്ട്. 1ാമത്തെ സന്ദേശം, പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അകൃത്യം പെരുകിയ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായ നാസറേയനായ യേശു ഇറങ്ങി വരാൻ പോകുന്നു. 2ാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാൻ ഇപ്പോൾ മാർഗമുണ്ട്. ഇത് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു കള്ളനെ പോലെ കണ്ടാൽ ആലം തോന്നുമാറ് വിരുവനായി, കൈകാലികൾ കാരിലും പാണികളാൽ കുത്തിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ പാപശോഭ രോഗ ദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നാസറേയനായ യേശു ക്രിസ്തു എന്ന ഏക രക്ഷാപേടകം നിങ്ങളെ രക്ഷിപ്പാൻ ഈ രാത്രി റെഡിയായി നിൽക്കുന്നു. യേശു ക്രിസ്തു എന്ന രക്ഷാപീഠത്തിൽ കയറിക്കൊള്ളണം. രക്ഷപ്പെടണമെങ്കിൽ നോഹ പ്രസംഗിച്ചു. എന്തുകൊണ്ട് നോഹ പ്രസംഗിച്ചു? 3 കാര്യം. 1, നോഹയെ ആഗ്രഹിച്ചു ജനം വിടുവിക്കപ്പെടണം. ഞങ്ങൾ ഈ കൺവെൻഷനോട് വെച്ചെന്തിനാണെന്നറിയാമോ? നിങ്ങൾ വിടുവിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, നശിച്ചു പോകരുത്. 2, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞത് അങ്ങനെ സംഭവിക്കും. 3, രക്ഷപ്പെടാൻ പെട്ടകത്തിൽ കടക്ക എന്ന മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു? നിങ്ങൾ എതിർത്താലും നിങ്ങൾ ആക്ഷേപിച്ചാലും 1, ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ രക്ഷപ്പെടണം. 2, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ കൈയുയർത്തി പറ, യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. സ്തോത്രം. ഈ ഇംഗ്ലണ്ടിൽ ചെല്ല്, ഇറ്റലി ചെല്ല്, ഫ്രാൻസിൽ ചെല്ല്, ജർമ്മനി ചെല്ല്, ഉഗാണ്ടയിൽ ചെല്ല്, സൗത്ത് ആഫ്രിക്ക ചെല്ലെങ്കും പോകണ്ട. ഇവിടെ നിൽക്കുക. അരി ചോറാകാൻ എന്നാ ചെയ്യണം? വെള്ളത്തിൽ കഞ്ഞി വെക്കണം. ഞാൻ പറഞ്ഞു തരണോ? ഇവിടെ ഹിന്ദുക്കളെല്ലാം വെള്ളത്തിൽ കഞ്ഞി വെക്കുന്നതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഇനി മുതൽ മണ്ണെണ്ണയിലെ കഞ്ഞി വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റ് പോക്കാം. 96 മൂലകമുണ്ട്, വാതകമുണ്ട്. പക്ഷേ ജീവൻ നിലനിർത്താൻ ഒറ്റ വാതകം മൂലകം എന്താ? ഓക്സിജൻ. മുസ്ലിങ്ങളും ഓക്സിജൻ ശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നുള്ളെന്ന് പറഞ്ഞാൽ കാറ്റ് പോക്കാം. ജീവൻ നിലനിർത്തുവാൻ ഓക്സിജൻ എന്ന ഒറ്റമൂലി നൽകിയ ദൈവം മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ ഒരൊറ്റമൂലി നൽകിയിട്ടുണ്ട്. അതാണ് നാസറേയനായ യേശു എന്ന നാമം. ഞങ്ങൾ ഇതിനകത്ത് ഇത് പരസ്യമായി നിങ്ങളെ അറിയിക്കുന്നു. 3ാമത്തെ കാര്യം, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ സംഭവിക്കും. ഇതൊക്കെ വിശദമായി പറയേണ്ടതാണ്. അതായത് വെള്ളം അന്ന് വരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർ വിശ്വസിച്ചില്ല. നോഹ പിള്ളേരെയും പിള്ളേരെയും വിളിച്ച് പെട്ടകത്തിൽ കയറിയിരുന്നപ്പോൾ ആളുകളെല്ലാം പരിഹസിച്ച് ഇതാണ്ട് മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്നും ഇവിടെ പിള്ളേരെയും വിളിച്ചോണ്ട് പെട്ടകത്തിൽ കയറിയിരിക്കുന്നു. ഇപ്പോഴും നമ്മളെല്ലാം അവർ പരിഹസിക്കുക. യേശു വരുമെന്നും പറഞ്ഞ് കൈയടിക്കുന്നു, പാടുന്നു, ബഹളം വെക്കുന്നു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളുടെ കർത്താവ് വരും. സ്തോത്രം. നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ സംഭവിക്കും. കാഹളം ധ്വനിക്കുമെന്നും ചിലർ ഉയർക്കുമെന്നും ചിലർ പറക്കുമെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, യേശു മടങ്ങി വരും. ഈ അന്തരീക്ഷം മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കൺവെൻഷൻ നടത്തിയില്ലേ? ഇത് കേട്ട് തീർത്തടിച്ചേക്കല്ലേ? സ്തോത്രം. നോഹ പ്രസംഗിച്ചു. വേഗത്തിൽ പറയട്ടെ, ഒറ്റ കുഞ്ഞാ പെട്ടകത്തിൽ കയറിയില്ല. കയറിയോ? ആചാര്യോപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ
പെട്ടകം പണിത് ആശാരി പോലും കയറിയില്ല. കണ്ടറിയാത്തവൻ കൊണ്ടറിയും. നോഹയും ഭാര്യയും പിള്ളേരും മാത്രം അതിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നോക്കൂ, നോഹയുടെ പെട്ടകത്തിന് മുമ്പിൽ വലിയൊരു ക്യൂ. എന്താ ക്യൂ എന്നറിയാമോ? ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പൊലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അനുസരിക്കാതിരുന്നപ്പോൾ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ വന്ന് പെട്ടകം നമ്മൾ ക്യൂ നിൽക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ജാതീയ മണ്ഡലത്തിൽ ദൈവം അയക്കുന്ന ഉണർവിനെയാണിത് കാണിക്കുന്നത്. എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, നോഹയുടെ കാലം മുതൽ തോമാസിയുടെ കാലം മുതൽ പാരമ്പര്യം പറയുന്ന പല സുറിയാനികളും ഈ പെട്ടകത്തിൽ കയറാൻ അറച്ചു നിൽക്കുമ്പോൾ, മറച്ച് മിടിച്ച് നിൽക്കുമ്പോൾ, ഒരു പാരമ്പര്യം പറയാനില്ലാത്ത ഗോപാലകൃഷ്ണനും അഷറപ്പും അലിയും ഭാസ്കരപിള്ളയും ഒക്കെ ജീവൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ നീ ഓർത്തോണം, കാഹളം ധ്വനിക്കാറായി, പെട്ടകത്തിൻ്റെ വാതിൽ അടയാറായി, യേശു മടങ്ങി വരാറായി. സ്തോത്രം. ഇതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സദൃശമാണ്. അതെങ്ങനെയാ? നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗവും ഉണ്ടായിരുന്നു. ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പൊലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. ഈ ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീരുമ്പോഴാണ്. നിങ്ങളൊരു പെന്തക്കോസ്ത് ഹാളിൽ ചെന്ന് നോക്ക്, അവിടെ എല്ലാ ജാതിക്കാരും ഉണ്ട് അല്ലേ? SNDP, NSS ഉണ്ട്, കത്തോലിക്കയുണ്ട്, യാക്കോവയുണ്ട്, CS ഉണ്ട്, CMS ഉണ്ട്, വേർപാടുകാരന്മാരെ ഇതിനകത്തുണ്ട്. പെന്തക്കോസ്തിലായിട്ടും വേർപാടുകാരനായിരിക്കുന്നവനും ഉണ്ട്. പോട്ടെ, എല്ലാ വകയിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ സഭയിൽ ഒരു ജാതിക്കാരെ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സഭ ദൈവസഭയല്ലെന്നാ. ദൈവസഭയാകുന്ന കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, സർവഗോത്രത്തിലും സർവഭാഷയിലും വംശം ഞങ്ങളെ നിനക്കായി വിലയ്ക്ക് വാങ്ങി. പല ഭാഷയിൽ നിന്ന്, പല ജാതിയിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരുടെ സംഘമാണ് ദൈവസഭ. എന്നോടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. ഈ നോഹയുടെ പെട്ടകത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാം മൃഗമുണ്ട്. എൻ്റെ മുഖത്തോട് നോക്കിയിരുന്നു പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. എല്ലാ ജാതി മൃഗവും അതിനകത്തുണ്ട്. ആനയും കടുവയും സിംഹവും പുള്ളിപ്പുലിയും മ്ലാവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ മൃഗങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട മൃഗങ്ങളായിരുന്നു. ആന കരയിലെ വലിയ ജീവിയാണ്, സിംഹം കാട്ടിലെ രാജാവാണ്. പക്ഷെ പെട്ടകത്തിനകത്ത് കിടന്ന് ഞാൻ ആനയാ കൂനയാണെന്നും പറയരുത്. പെന്തക്കോസ്താർക്കുള്ള സ്പെഷ്യൽ ദൂത കേട്ടോ. സിംഹം കാട്ടിലെ രാജാവ് ഒറ്റ അമറിയാൽ മതി, എല്ലാം ഞെട്ടും. പക്ഷെ പെട്ടകത്തിനകത്ത് കയറി കിടന്ന് അമറരുത്. കേൾക്കുന്നില്ലേ? ചിലത് ഈ മർമ്മമൊക്കെ അറിയാം, അതിനകത്ത് കയറി കിടന്നു അങ്ങ് അമറിക്കോളൂ അല്ലയോ. ഈ പെട്ടകത്തിനകത്ത് കയറി, പുറത്ത് നീ മാംസബുക്കായിരിക്കും, അകത്ത് സസ്യബുക്കായാലേ ഒക്കത്തുള്ളൂ. ഈ കുറുക്കച്ചാര് പെട്ടകത്തിൽ കയറാൻ വരുമ്പം നോഹയപ്പച്ചൻ ചോദിക്കും, വന്നത് ടാങ്ക്സ് മാനസാന്തരപ്പെട്ടതാണോ? കുറുക്കനെ മാനസാന്തരപ്പെട്ട, കാരണം ഇതിനകത്ത് കോഴിയുണ്ട്. കോഴി മാനസാന്തരപ്പെടാത്തൊരൊറ്റ കുറുക്കൻ കയറിയാൽ മതി, സകല കോഴി അവൻ തിന്നിട്ട് പോകും. ദൈവദാസന്മാരെ, ഈ ആളെ കൂട്ടാൻ വേണ്ടി ഗുണപ്പെടാത്ത കുറുക്കന്മാരെ കയറ്റരുത്. സകല കോഴി അവൻ തിന്നും, അവസാനം നിന്നെയും തിന്നും. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ദൈവസഭ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയാണ് പ്രധാനം. പിന്നെ ഇതിനകത്ത് കിടന്ന് ബഹളം വെച്ചാൽ നോഹയപ്പച്ചൻ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് എറിയും. വീണാൽ എവിടാ വീഴുന്നേ? വെള്ളം. ആ വെള്ളത്തിൻ്റെ പേര് ന്യായവിധിയുടെ വെള്ളം. അതായത് ദൈവസഭയ്ക്കകത്തു നീ പോയാൽ വീഴുന്ന ന്യായവിധിയുടെ വെള്ളത്തിലാണ്. കാനവച്ചൻ ഒരിക്കൽ പറഞ്ഞു, അച്ഛനെ കുറിച്ച് കേട്ടുള്ളൂ, കാനവച്ചൻ പറഞ്ഞാൽ ശരി, അച്ഛൻ പറഞ്ഞാൽ ശരി. എന്താ അച്ഛൻ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു, എവിടെ കിടന്ന് മുടിഞ്ഞവനെയും പെന്തക്കോസി കൊണ്ടുവന്ന് നന്നാക്കാം, പെന്തക്കോസി മുടിഞ്ഞവൻ എവിടെ പോയാലും നന്നാകില്ല. സത്യമല്ലയോ? മെഡിക്കൽ കോളേജ് തള്ളിയ കേസാ. ഇവിടെ നന്നാകാത്തവൻ എവിടെ പോയി നന്നാകാനാ? ഒരിടത്ത് നന്നായില്ല. പിന്നെ ഈ പുറത്ത് കാടിളക്കി നടക്കുന്നൊക്കെ ഇതിനകത്ത് വന്ന് എന്ത് അതിശയമേ ദൈവത്തിന് സ്നേഹം പാടുന്നു. അതിനകത്ത് രൂപാന്തരത്തിൻ്റെ ശക്തിയുണ്ട്. നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സദൃശ്യം. ന്യായവിധിയുടെ വെള്ളം താഴേക്ക് പെയ്തിറങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം മോളോട്ട് പൊങ്ങാൻ തുടങ്ങി. ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. സഹോദര, ദൈവന്യായവിധി ഇരച്ചെത്താൻ പോകുകയാണ്. ദൈവന്യായവിധി ഇടിച്ചിറങ്ങാൻ പോകുകയാണ്. നോഹയുടെ കാലം പോലെ, ലോത്തിൻ്റെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. അതുപോലെ പാപവും ദുഷ്ടതയും വർദ്ധിച്ചു കഴിഞ്ഞു. ഇനിയും പാപം പെരുകാനില്ല. ദൈവന്യായവിധി ഇറങ്ങി വരും. ഒരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പടന്നു പോകും.
നിങ്ങൾ ഏത് കൂട്ടത്തിലാണ്? എടുത്തുകൊള്ളപ്പെടൽ എന്നൊരു പരിപാടിയുണ്ട്. എന്താ എടുത്തുകൊള്ളപ്പെടൽ? കാഹളം ധ്വനിക്കുമ്പോൾ ഠുമ്മെന്ന് മേളോട്ട് പോകുന്നേ. ഇപ്പം ധ്വനിക്കാം. ഇപ്പം ധ്വനിച്ചാൽ ഞാനിവിടെ നിൽക്കുമ്പോൾ കാഹളം ധ്വനിച്ച് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. ഇവിടെ ഇരിക്കുന്ന എത്ര പേര് എടുത്തുകൊള്ളപ്പെടും? ഞാൻ ഈ മറ്റ് ഒത്തിരി വിഷയങ്ങൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കും പറയുന്നൊരു കാര്യമുണ്ട്. ഇവരെല്ലാം നല്ല ഗായകരാണ്, നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചു തന്നു, അഭിഷേകമുള്ളവരായിരിക്കുന്നെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. എന്നെ തുടങ്ങാം. ഞാൻ ഇതേവരെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഈ അവസാനിപ്പിക്കുന്ന മുമ്പ് കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ, ഇവിടുന്ന് ഒരു 70-60% പോയി, അത്രയൊക്കെ കണക്ക് കൂട്ടാം. ബാക്കി 40 ഇവിടെ ഇരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? മനസ്സിലായില്ലേ? ഇവരെന്നാ പാടാൻ പോകുന്നത് എനിക്കറിയില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുള്ളൂ കേട്ടോ. കർത്താവു ദോൻഗും ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിച്ചു. കൊട്ടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി, പാടിക്കൊണ്ട് നിന്നവരിവിടെ നിന്നാലോ? തിരിച്ചു പാടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി, കൊട്ടിക്കൊണ്ട് നിന്നിവിടെ നിന്നാലോ? വിശേഷയോധന മൈക്കും കൊണ്ടൊക്കെ വരുന്നത് സൂക്ഷിച്ചോണം. ഞങ്ങളൊക്കെ അങ്ങ് പോവും. മൈക്ക് കൊണ്ട് വരുന്നവരൊക്കെ മാനസാന്തരപ്പെട്ടോണം. സ്വോത്രമൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത് നിങ്ങൾക്കൂടെ ഉള്ളതാ. മോൻ മാനസാന്തരം എനിക്കറിയത്തില്ല. പക്ഷേ വിശേഷയോഗത്തിന്റെ പ്രത്യേകത കാഹളം ധ്വനിച്ചാൽ ഞങ്ങൾ പൊടിയട്ടി അതങ്ങ് പോകും. ഇപ്പണങ്ങിയിരിക്കുകയാണ്. പിണങ്ങൊന്നും വേണ്ട, പോകാൻ റെഡി ആയിക്കോണം കേട്ടോ. എടുത്തുകൊള്ളപ്പെടും. നീ അതോടെ പറഞ്ഞു നിർത്താം. ഈ ജനറൽ കൺവെൻഷനുകൾ നടക്കുമ്പോഴാന്നിരിക്കട്ടെ കാഹളം ധ്വനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജിൽ ചിലർ വീശിക്കൊണ്ട് അവിടെ അങ്ങ് ഇരുന്നാലോ? ഇത് സംഭവിക്കും. 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുത്തുകൊള്ളപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുത്തുകൊള്ളപ്പെടും. യേശു വരാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി. നിങ്ങൾ റെഡിയായിട്ടുണ്ടോ? എല്ലാവർക്കും എഴുന്നേൽക്കാം, ആരും പോകരുത്. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞാൻ എഴുതിയ അനേക പുസ്തകമുണ്ട്. അതിലൊന്നാണ് നോക്കിയുടെ കാലം, 2 കുടുംബം സംഭവിക്കാൻ പാടില്ലാത്തതും കേൾപ്പാൻ ചെയ്യും. 10ഓളം പുസ്തകത്തിൽ 3 ബുക്ക് ഇവിടെ ഉണ്ട്, ഈ വാതുക്കലുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ വേഗത്തിൽ വായിക്കണം. ഞാൻ 9 മണിക്ക് നിർത്തിയിട്ട് പാനിരുന്നാൽ 10 മിനിറ്റ് കൂടെ മുമ്പോട്ട് പോകുന്നു തോന്നുന്നു പാട്ട്. പക്ഷെ ഒത്തിരി നീട്ടരുത്. പാട്ടിനേക്കാൾ കൂടുതൽ ആരാധനയ്ക്ക് എടുക്കുക കേട്ടോ. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊരു പാട്ട് പാടി നമുക്ക് ആരാധിക്കാം. കണ്ണുകളടയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ വരവിൽ ആരാണ് തുള്ളപ്പെടുന്നത്? 3 കാര്യങ്ങൾ ഓപ്ഷൻ ഇട്ട് പറയുന്നു. 1, നാം അവിടെ മരിച്ചു എങ്കിൽ അവിടെ വാഴും. 2, നാം അവൻ്റെ മരണത്തിന് ശാശ്വതി വെച്ചെങ്കിൽ അവൻ്റെ പുനരുത്ഥാനം ശാശ്വതി വയ്ക്കും. മനുഷ്യരുടെ അവനെ ഏറ്റു പറയുന്നെങ്കിൽ ദൂതമാടമത്തി അവൻ ഏറ്റു പറയും. കർത്താവിൻ്റെ വല്ലൊരു തുള്ളപ്പെടണമോ? 1, നീ അവനോട് മരിക്കണം. എന്താണ് മരിക്കുക? ക്രൂശിൽ മരിച്ച യേശുവിനെ കർത്താവും രക്ഷിതവുമായി സ്വീകരിക്കണം. അവൻ്റെ പാപന രക്തത്താൽ നിങ്ങളുടെ പാപം കഴുകണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കണ്ണടച്ചാട്ട് ഇതുവരെ എൻ്റെ പാപം കഴുകപ്പെട്ടെന്ന് ഉറപ്പില്ലെങ്കിൽ ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കണം. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ വരണമേ. നിന്റെ രക്തത്താൽ എൻ്റെ പാപം കഴുകണമേ. നിന്റെ മകനാക്കി നിന്റെ മകളാക്കി എന്നെ തീർക്കണമേ. എന്നെ കഴുകണമേ. നിന്റെ വരവെങ്കിൽ ഞാൻ കൈവിടപ്പെടരുത്. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം. എനിക്കെൻ്റെ യേശുവിനെ കാണണം. അവൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണം. എന്നെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു പറയുന്നവർ, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർ കൈകൾ ഉയർത്തിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആദ്യം പ്രാർത്ഥിക്കും.